യോശുവയുടെ പുസ്തകം അതിന്റെ 8-ാമത്തെ അധ്യായം അതിന്റെ 1-ാം വാക്യം വായിക്കുന്നു. യോശുവ 1:8. അനന്തരം യഹോവ യോശുവയോട് അരുളി ചെയ്തത്, ഭയപ്പെടരുത്, വിഷാദിക്കുകയും അരുത്. പടജനത്തെ ഒക്കെയും കൂട്ടി പുറപ്പെട്ട് ഹായിയിലേക്ക് ചെല്ലുക. ഞാൻ ഹായി രാജാവിനെയും അവന്റെ ജനത്തെയും പട്ടണത്തെയും ദേശത്തെയും നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു. यहाँ पर बताया गया है कि योशुआ से यहोवा परमेश्वर की आलोचना होने वाले बातों को बताया गया है. ഇവിടെ നാം വായിച്ചത് യോശുവയ്ക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന അരുളപ്പാടിനെ കുറിച്ചാണ്. Do not be afraid, do not be dismayed, because वहां के पूरे आर्मी को तेरे हाथों में मैंने दे दिया है. ഭയപ്പെടരുത്, വിഷാദിക്കുകയും വരുത്, കാരണം പടജനത്തെയൊക്കെയും ഞാൻ നിനക്കായി ഏൽപ്പിച്ചു തരാം. मत डर करके कहने का एक संभव उसके पीछे के अध्याय जब हम पढ़ते हैं वहां पर हमें समझ पाते हैं. ഭയപ്പെടരുത് എന്ന് താൻ പറയുന്നതിന്റെ ദൈവം അരുളി ചെയ്യുന്നതിന്റെ പുറകിൽ ഒരു കാരണമുണ്ട്. അത് അതിന്റെ പുറകിലുള്ള അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. परमेश्वर की वायदा के देश की ओर यात्रा करने वाले परमेश्वर की लोग यदि वायदा के देश तक पहुंचना है तो कुछ जगहों को कब्जा करना बहुत जरूरी था. ദൈവത്തിന്റെ വാഗ്ദത്തം അരുളിയ ദേശത്തേക്ക് ദൈവത്തിന്റെ ജനം കടന്നു കയറണമെന്നുണ്ടെങ്കിൽ ചില ദേശക്കാരെ അടക്കി വാഴേണ്ടതും അവരെ ജയിക്കേണ്ടതും ആവശ്യമായിരുന്നു. इसके लिए परमेश्वर एक जगहों में उन्हें विजय देते हुए आगे की ओर लेकर चल रहा है. ആകയാൽ ദൈവം ഓരോ ഇടങ്ങളിലും അവർക്ക് ജയം കൊടുത്തു അവരെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. यरीहो नाम का बहुत बड़ा एक शहर बनाव को बड़े आसानी तौर से गिराकर परमेश्वर ने इस्राएल को बहुत बड़ा एक विजय दिया था. എരിഹോ പട്ടണത്തെ അതിന്റെ ഒരു വൻമതിലിനെ ദൈവം വളരെ നിസ്സാരമായി ജനത്തിന്റെ മുന്നിൽ ഇടിച്ചു തകർത്ത് അവർക്ക് ജയം കൊടുക്കാനിടയായി തീർന്നു. कुछ हफ्ते पहले उसके बारे में मैंने याद दिलाया था. उस जगह की ओर मैं वापस जाना नहीं चाहूंगा. ചില ആഴ്ചകൾക്ക് മുമ്പ് അതേ വചനഭാഗത്തിൽ നാം ചിന്തിച്ചതായതുകൊണ്ട് അങ്ങോട്ട് മടങ്ങി പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. लेकिन हालेलुया, यरीहो से भी एक कमजोर और छोटा सा एक शहर है आई नाम का ये शहर. എന്നാൽ യെരിഹോവിനെ വെച്ച് നോക്കുമ്പോൾ ഹായി പട്ടണം എന്ന് പറയുന്നത് വളരെയധികം ബലഹീനമായ ഒരു പട്ടണമാണ്. एक छोटा सा शहर जहाँ पर यरीहो के उतना बड़े बड़े शहर बना नहीं है, सारे बातों को बड़े आसानी तौर से जीत सकता है. ऐसा एक आई नाम का शहर के सामने इस्राएली बहुत बड़े एक पराजय को अनुभव कर रहा है. ഹായി എന്ന് പറയുന്നത് ഒരു ചെറിയ പട്ടണമാണ്. മാത്രമല്ല എരിഹോവിനുള്ളതുപോലെ മതിൽക്കെട്ടുകൾ ഈ പട്ടണത്തിനില്ല. വളരെ നിസ്സാരമായി അതിനെ കീഴ്പ്പെടുത്തി എടുക്കാവുന്നതേ ഉള്ളൂ. लेकिन बहुत बड़ा एक पराजय के अनुभव इस्राएली लोग इस आई का शहर में अनुभव करता है. എന്നാൽ ഒരു വൻ പരാജയം ഈ ഹായി പട്ടണത്തിൽ ദൈവത്തിന്റെ ജനത്തിൽ ഉണ്ടാവുന്നു. आज के परमेश्वर के वचन में मैं कुछ बातों को जरूर याद दिलाना चाहूंगा. ഞാൻ ഇന്ന് ദൈവവചനത്തിലൂടെ ചില കാര്യങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. हमारे पराजय को एक विजय की ओर बदलने वाला एक महान परमेश्वर है हमारा परमेश्वर. നമ്മുടെ ജീവിതത്തിന്റെ പരാജയങ്ങളെ ഒരു ജയമായി മാറ്റുവാൻ കഴിയുന്നവരാണ് നമ്മുടെ ദൈവം. लेकिन यहाँ पर कुछ बातें परमेश्वर योशुआ के द्वारा वहाँ पर करते हुए हम देखते हैं. എന്നാൽ ഈ ഭാഗത്ത് ചില കാര്യങ്ങൾ യോശുവ മുഖാന്തരം ദൈവം ചെയ്യുന്നത് നാം കാണുന്നുണ്ട്. हालेलुया, आमीन, प्रेज़ गॉड. क्योंकि इनके यात्रा के बीच में जहाँ कहीं भी परेशानी खड़े रहा, वहाँ सभी जगहों में परमेश्वर ने योशुआ के द्वारा बहुत बड़ा एक विजय इस्राएलियों को परमेश्वर ने दिया था. ജീവിതത്തിൽ ഇവർ നടന്നു വന്ന വഴികളിലെല്ലാം പല സാഹചര്യങ്ങളിലും ദൈവം യോശുവയിലൂടെ വൻ കാര്യങ്ങളെ ചെയ്ത് ജനത്തിന് ജയം കൊടുത്തിരുന്നു. लेकिन ऐसा एक पराजय के अनुभव जब आता है, वह परमेश्वर की मुंह की ओर देखता है. എന്നാൽ ഇങ്ങനെ ഒരു പരാജയം വന്നപ്പോൾ അവർ ദൈവത്തിലേക്ക് ഒന്ന് നോക്കുവാനിടയായി. हमारे व्यक्तिगत जिंदगी की ओर आज एक बार मुड़ कर देखे. हम में से ऐसा कोई व्यक्ति नहीं है जिसके जिंदगी में कोई पराजय के अनुभव नहीं किया था. നമ്മുടെ ജീവിതത്തിലേക്ക് ഇന്ന് തിരിഞ്ഞു നോക്കുവാനിടയായി തീരട്ടെ. നമ്മളിൽ ആരുമില്ല നമ്മുടെ ജീവിതത്തിൽ ഒരു പരാജയം അനുഭവിക്കാത്തവർ. एक नहीं तो दूसरे जगह में हम सभी लोग पराजय के अनुभव से होकर गए थे. ഒന്നല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിൽ നാം എല്ലാവരും പരാജയപ്പെട്ടവരാണ്. लेकिन हमारे मन में एक विचार ये है कि एक मसीह व्यक्ति होगा तो उनके जिंदगी में कभी भी पराजय के अनुभव नहीं होगा. പലപ്പോഴും നമ്മുടെ ചിന്ത ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ക്രിസ്ത്യാനിക്ക് ഒരിക്കലും പരാജയം വരികയില്ലെന്നാണ്. लेकिन वास्तव में परमेश्वर में हमारे पराजय के अनुभव के द्वारा कुछ बातों को सिखाना चाहता है. എന്നാൽ ദൈവം നമ്മുടെ പരാജയത്തിന്റെ നടുവിൽ നിന്ന് ചില കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കാറുണ്ട്. एक बहुत बड़ा एक योद्धा, एक जनरल, एक सोल्जर के कैप्टन हर एक समय जब भी युद्ध में जाता है जरूर वो विजय को प्राप्त करता है, लेकिन अपने जिंदगी में बहुत सारे पराजय को सामना करने के बाद में ही वो एक विजय को प्राप्त करता है. ഒരു സേനയുടെ അധിപനായ വ്യക്തി താൻ പലപ്പോഴും തന്റെ ജീവിതത്തിൽ തന്റെ യുദ്ധത്തിൽ വിജയം പ്രാപിക്കാറുണ്ട്. എന്നിരുന്നാൽ തന്നെയും
പല പരാജയങ്ങൾ അനുഭവിച്ച പാഠങ്ങൾ പഠിച്ചതിന് ശേഷമാണ് ഒരു ജയം താൻ കണ്ടത്. हालेलुया, प्रेज लॉर्ड। हम सोचते हैं कि एक अच्छा जनरल के मतलब, एक अच्छा कैप्टन के मतलब कभी भी कोई पराजय नहीं होगा। हर एक युद्ध में, हर एक बातों में विजय के ऊपर विजय ही प्राप्त करते हुए हम आगे बढ़ पाएंगे। നാം പലപ്പോഴും ചിന്തിക്കുന്നത് ഒരു നല്ല പടയുടെ നായകനായിരിക്കുന്ന സേനാധിപതി അവന്റെ ജീവിതത്തിൽ എന്നും ജയമേ ഉള്ളൂ, അവന് ഇന്ന് വരെയും ഒരു പരാജയങ്ങളും അനുഭവിച്ചിട്ടില്ലായിരിക്കുമെന്നാണ് നാം തെറ്റിദ്ധരിക്കുന്നത്. लेकिन हमारे जिंदगी का हर एक पराजय के अनुभव के द्वारा परमेश्वर में हर एक समय नए नए बातों को सिखाना चाहता है। എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരാജയങ്ങളുടെ ഓരോ പരാജയത്തിന്റെ നടുവിലും ദൈവം ചില കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ आज ആഗ്രഹിക്കുന്നു. सुबह के समय में मैं आपको कुछ बातों को दिखाना चाहता हूं कि हमारे व्यक्तिगत जिंदगी को किस प्रकार हम ऑर्गेनाइज करना है, हमें उस पराजय से हमें अनुग्रह की ओर या विजय की ओर पहुंचाने के लिए। ഇന്ന് രാവിലെ ഞാൻ വചനത്തിലൂടെ ചില കാര്യങ്ങളെ നിങ്ങളോട് ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പരാജയത്തിന്റെ നടുവിൽ നമ്മുടെ ജീവിതത്തെ നാം എങ്ങനെയാണ് സംയോജിതമാക്കേണ്ടത് ഒരു വിജയത്തിലേക്ക് എത്തിച്ചേരുവാനാണ്. शायद हमारे करियर में हम पराजय का अनुभव करते होंगे, നമ്മുടെ ജോലി മണ്ഡലത്തിൽ നാം മുന്നേറുവാൻ പരാജയം അനുഭവിക്കുകയായിരിക്കും. शायद हमारे परिवार के जिंदगी के बीच में कभी कुछ पराजय के अनुभव से हम होके जाते होंगे। നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ നടുവിലായിരിക്കാം ചില പരാജയങ്ങൾ നാം कभी അനുഭവിക്കുന്നത്. कभी कुछ आर्थिक बातों के बीच में शायद उस पराजय के अनुभव को हम सामना करते होंगे। സാമ്പത്തിക വിഷയങ്ങളിലായിരിക്കാം ചിലപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത്. आमीन। कभी कभी सेवकाइयों के सामने हम कभी कभी पराजय के अनुभव से होकर जाना पड़ता होगा। ചിലപ്പോൾ ശുശ്രൂഷയുടെ നടുവിലായിരിക്കാം നാം പരാജയത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നത്. आमीन। किसी भी प्रकार के पराजय होने दे, लेकिन परमेश्वर हमें उस पराजय में से विजय की ओर पहुंचाना परमेश्वर चाहता है। ഏതൊരു സാഹചര്യത്തിൽ തന്നെ പരാജയപ്പെട്ടിരിക്കുന്നെങ്കിലും ദൈവം വന്ന് നമ്മളെ പരാജയത്തിൽ നിന്ന് ജയത്തിലേക്ക് നടത്തുവാൻ നിശ്ചയമായും ആഗ്രഹിക്കുന്നു. आमीन। यहाँ पर पढ़े हुए इस आयत की ओर हम दोबारा आएंगे। योशुआ के पुस्तक उसके 8वें अध्याय उसके पहले आयत में हम इस प्रकार देखते हैं कि अब यहोवा योशुआ से कहता है कि तू मत डर, क्योंकि मैं तेरे साथ हूँ। നാം വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരാം. യോശുവ 8:1 ദൈവം യോശുവയോട് പറയുകയാണ്, നീ ഭയപ്പെടരുത്, വിഷാദിക്കുകയും വരുത്. आमीन। अब तू मत डर, क्योंकि इसके पीछे कुछ बातें हुआ था, इसके लिए कुछ बातों को याद दिला रहे कि अब तेरा उस डर को तू हटा दे, क्योंकि मैं तुझे कुछ बातों को नए तौर से सिखाना चाह रहा हूँ। അനന്തരം നീ ഭയപ്പെടരുത്, കാരണം അത് പറയുന്നതിന് മുഖാന്തരം മുന്നമേ തന്നെ അതിന്റെ മുന്നിലുള്ള അധ്യായത്തിൽ ചില കാര്യങ്ങൾ സംഭവിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. उसके 7वें अध्याय जब हम देखते हैं, इस्राएल इसी जगह में आई नाम का इसी शहर में युद्ध के लिए गया, लेकिन बहुत बड़ा पराजय और लज्जित होते हुए दोबारा दौड़ कर आना पड़ा। 7ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നത് ഇതേ ഹായി പട്ടണത്തിന് വിരോധമായി ഇസ്രായേൽ യുദ്ധം ചെയ്യുവാൻ പോയി, പക്ഷേ വൻ പരാജയമായി അവർ മടങ്ങി വന്നു. चैप्टर 6 में हम देखते हैं कि यरीहो नाम के बड़े शहर के सामने परमेश्वर ने उन्हें विजय दिया था। 6ാമത്തെ അധ്യായത്തിൽ വലിയ പട്ടണമായ യെരിഹോവിന്റെ മധ്യത്തിൽ ദൈവം അവർക്ക് ജയം കൊടുത്തെന്ന് നാം വായിക്കുന്നു. इनके अंदर एक कॉन्फिडेंस बढ़ गया कि यरीहो के सामने यदि हमने विजय को पाया है तो हाई नाम का शहर क्या है, हम तो आसान तौर से उसके सामने जीत सकते हैं। ഒരുപക്ഷെ ജനത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നു, ഇത്ര ശക്തമായി യെരിഹോ പട്ടണത്തെ ജയിച്ചടക്കുവാൻ കഴിഞ്ഞെങ്കിൽ ഹായി പട്ടണം നമ്മുടെ മുന്നിൽ വെറും നിസ്സാരമായിരിക്കുമല്ലോ. हालेलुया। हम कभी कभी कैलकुलेट करते हैं और हम ऐसे इमेजिनेशन में घूम जाते हैं कि एपिसोड पहले मैंने ऐसे किया था, इसके लिए आगे भी मैं आसान तौर से उसका सामना कर पाऊंगा। നാം പലപ്പോഴും നമ്മൾ ഇങ്ങനെ കണക്കുകൂട്ടലുകൾ ചെയ്യാറുണ്ട്. ഇന്ന വിഷയത്തിൽ ഞാൻ നിസ്സാരമായി കടന്നു വന്നത് നിമിത്തം ഈ വിഷയത്തെയും ഞാൻ നിസ്സാരമായി അഭിമുഖീകരിക്കുമെന്ന് ഭാവന കാണാറുണ്ട്. लेकिन परमेश्वर में कुछ बातों को सिखाना चाह रहा है। എന്നാൽ ദൈവം ചിലത് പഠിപ്പിക്കുവാൻ And ആഗ്രഹിക്കുകയാണ്. praise Lord, परमेश्वर ने योशुआ से एक बात कहा था कि कोई भी तेरा विरोध या तेरा सामने कभी भी खड़े नहीं रहेगा। യോശുവയോട് ദൈവം അരുളി ചെയ്ത ഒരു കാര്യമുണ്ട്, നിനക്ക് വിരോധമായി ഒരു മനുഷ്യനും നിന്റെ മുന്നിൽ നിൽക്കുകയില്ല. ये वायदा प्राप्त किया हुआ ये योशुआ की जिंदगी में कैसा ऐसा पराजय आ सकता है? ഇത്ര ശക്തമായ വാഗ്ദത്തം പ്രാപിച്ച യോശുവയുടെ ജീവിതത്തിൽ എങ്ങനെ പരാജയം വന്നു? आज इस वचनों को सुनने वाला हर एक व्यक्ति की जिंदगी में परमेश्वर ने वायदाओं को दिया है, और वायदाओं को सुनने के बावजूद भी हम बहुत सारे पराजय के अनुभवों को सामना करने वाले लोग हैं। ഇന്ന് ഈ വചനം കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും വളരെയധികം വാഗ്ദത്തങ്ങളെ പ്രാപിച്ചവരായിരുന്നിട്ട് പോലും നമ്മുടെ ജീവിതത്തിൽ ചില പരാജയങ്ങൾ വരുന്നെങ്കിൽ എന്തുകൊണ്ട്? हमारे अंदर एक नेगेटिव कॉन्फिडेंस ना आ जाए कि
मेरा बल से मैंने ये किया है और आगे भी मेरा बल से मैं जीत पाऊंगा करके एक गलत कॉन्फिडेंस कभी भी हमारे अंदर ना आने पाए। നമ്മുടെ മനസ്സിൽ ഒരിക്കലും ഒരു തെറ്റായ ധാരണ ഉണ്ടാകരുത്. എന്റെ ശക്തിയാൽ ഞാൻ നേടിയെന്നോ ജയിച്ചെന്നോ നാം ചിന്തിക്കരുത്. कल का विजय गारंटी नहीं देता कि कल भी आगे आने वाला कल भी मेरा बल से मैं विजय पाऊंगा। ഇന്നലെ നാം ജയം പ്രാപിച്ചത് ഒരിക്കലും നമുക്ക് ഒരു ഉറപ്പ് തരുന്നില്ല വരുന്ന ദിനങ്ങളിലും നാം എല്ലാ വിഷയങ്ങളിലും ജയം പ്രാപിക്കുമെന്ന്. वचन हर एक समय हमें यही बातें दोबारा दोबारा सिखाना चाहता है कि जिंदगी का हर एक मोड़ में केवल परमेश्वर का ही भरोसा हम रखें। വചനം നമ്മെ വീണ്ടും 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 ഓർമ്മിപ്പിക്കുന്നത് ഒരേ വിഷയം തന്നെയാണ്. ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിൽ മാത്രമേ ആശ്രയിക്കാവൂ. मेरा बुद्धि मेरा ज्ञान मेरे बातों से मैंने ये काबू किया है करके कभी भी हम नहीं सोचे। എന്റെ ബുദ്ധി കൊണ്ട് എന്റെ ജ്ഞാനം കൊണ്ട് എന്റെ വാക്കുകൾ കൊണ്ട് ഞാൻ ഇത് നേടി എന്ന് ഒരിക്കലും പറയുവാനിടയാകരുത്. परमेश्वर पर भरोसा रखने के लिए परमेश्वर में सिखा रहा है। ദൈവത്തിൽ ആശ്രയിപ്പാനാ ദൈവം നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 7वें अध्याय की ओर हम आएंगे। 7ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാം. वे हाई नाम का इस शहर की ओर युद्ध के लिए जा रहा है। ഹായി പട്ടണത്തിന് വിരോധമായി യുദ്ധത്തിനായി പോയി. और जब युद्ध के लिए गया उसमें से 36 लोगों का मृत्यु हो जाता है। അവർ യുദ്ധത്തിനായി പോയി. അതിൽ ഏകദേശം 36 പേർ മരിച്ചു. And 36 लोग वहां पर उस बैटल में उनका जिंदगी खो जाते हैं। ആ യുദ്ധത്തിൽ പോയ 36 പേർ ഏകദേശം മരണമടഞ്ഞു. हालेलुया। लेकिन इनके हृदय पिघल जाता है डर के कारण, क्योंकि कभी भी नहीं सोचा कि यहाँ पर ऐसा बड़ा एक पराजय का सामना करना पड़ेगा। എന്നാൽ ആ അനുഭവിച്ച പരാജയം അത് അവർ പ്രതീക്ഷിക്കാതിരുന്നതുകൊണ്ട് അവരുടെ ഹൃദയം ഉരുകിപ്പോയി. हालेलुया। और पूरे लोग इस्राएली लोग और योशुआ मिलकर परमेश्वर के पास आकर अपनी आवाज उठाकर रोना शुरू करता है। ആ യോശുവയും ആ ജനം മുഴുവനും ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന് ഉച്ചത്തിൽ ഉറക്ക നിലവിളിച്ചു. सोचना वहां पर मृत्यु प्राप्त किया हुआ ये 36 लोग साधारण लोग नहीं है, बड़े बड़े योद्धा लोग हैं। उनके अंदर का सबसे अच्छा क्वालिटी होने वाला सामर्थ्य लोग थे, लेकिन जब नष्ट हो गया उनका हृदय डर के साथ पिघलना शुरू हो गया। ഈ നാം ഒരിക്കലും ചിന്തിക്കരുത് മരിച്ചുപോയ 36 പേരും നിസ്സാരക്കാരായിരുന്നു എന്ന് ചിന്തിക്കരുത്. നല്ല യോദ്ധാക്കളായ യോഗ്യന്മാരായ 36 പേര് മരിച്ചുപോയെന്ന് അറിഞ്ഞപ്പോൾ ജനത്തിന്റെ ഹൃദയം ഉരുകിപ്പോയി. हालेलुया। और परमेश्वर के पास आकर वे आवाज उठाकर रोना शुरू करता है। ദൈവത്തിന്റെ മുമ്പാകെ കടന്നു വന്ന് അവർ ഉച്ചത്തിൽ और നിലവിളിച്ചു. योशुआ और सभी लोग मिलकर परमेश्वर से कहता है कि हे परमेश्वर, इस यात्रा के बीच में यदि हमें खत्म करना था तो क्यों हमें मिस्रैम से चलाकर लेकर आया। ദൈവത്തോട് അവർ ചോദിക്കുകയാണ്, ദൈവമേ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളെ നശിപ്പിക്കുവാനായിരുന്നെങ്കിൽ മിസ്രയീമിൽ നിന്ന് ഞങ്ങളെ എന്തിനു പുറപ്പെടുവിച്ചു? जिंदगी में आने वाला पराजय के बीच में भी वे अपनी गलती को मानने के लिए तैयार नहीं है, बल्कि परमेश्वर के ऊपर दोष डालने के लिए वो तैयार हो रहा है। ജീവിതത്തിൽ ഇത്ര വലിയ പരാജയം വന്നതിന് ശേഷവും ജനം തങ്ങളുടെ തെറ്റുകളെ ലംഘനങ്ങളെ തിരിച്ചറിയുന്നില്ല. പകരം അവർ ദൈവത്തിന് വിരോധമായി ദോഷം നിരൂപിക്കുന്നതാണ് നാം വായിക്കുന്നത്. आपको समझ में आ रहा है? हालेलुया। वचन आपको समझ में आ रहा है? വചനം മനസ്സിലാകുന്നു. हालेलुया। जब एक पराजय आता है, वो पराजय का कारण क्या है ढूंढने के लिए तैयार नहीं, बल्कि अब तक चलाए हुआ परमेश्वर के ऊपर हम ब्लेम करने के लिए हमारे अंदर कोई डर नहीं रहता। ജീവിതത്തിൽ പരാജയം വന്നതിന് ശേഷം അതിന് കാരണം എന്തെന്ന് തിരിച്ചറിയുവാനും സ്വയമായി ശോധന ചെയ്യുവാനും ഇടയാകാതെ അവർ ദൈവത്തിന് വിരോധമായി ഇതുവരെ കൊണ്ടുവന്ന ദൈവത്തിന് വിരോധമായി സംസാരിക്കും. वे आवाज उठाकर परमेश्वर से रोता है कि हे परमेश्वर, हमें क्यों यहाँ तक तूने लेकर आया। അവർ ദൈവത്തോട് ഉച്ചത്തിൽ നിലവിളിച്ച് ചോദിക്കുകയാണ്, ഞങ്ങളെ എന്തിനു ഇവിടെ കൊണ്ടുവന്നു? हमारा भी प्रार्थना हर एक समय इसी प्रकार होता है। जब सब अनुग्रह है हम परमेश्वर को महिमा देते हैं, लेकिन जब परेशानी आता है हम परमेश्वर को ब्लेम करने वाला एक मसीह जिंदगी को हमारे जिंदगी के द्वारा हम देखते हैं। നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും അനുഗ്രഹവും സന്തോഷവും ഉള്ളപ്പോൾ ദൈവത്തെ സ്തുതിക്കുകയും എന്തെങ്കിലും കഷ്ടതയും പരാജയം വരുമ്പോൾ ദൈവത്തിന് വിരോധമായി സംസാരിക്കുകയും ചെയ്യുന്ന അനുഭവമാണ്. मेमना के लहू के द्वारा छुड़ाकर मिस्रैम से यात्रा बीच में मार डालने के लिए नहीं था, बल्कि वायदा के देश में पहुंचाने के लिए था। കുഞ്ഞാടിന്റെ രക്തമൊഴുക്കി അവരെ പുറപ്പെടുവിച്ച് ആ അനുഭവത്തിൽ നിന്ന് ഇവിടെ വരെ കൊണ്ടുവന്നത് മരുഭൂമിയിൽ പട്ടുപോകുവാനല്ല, വാഗ്ദത്ത ദേശത്തിൽ നിശ്ചയമായും എത്തിക്കുവാൻ തന്നെയാണ്. हम सोचते हैं कि मसीह जिंदगी एक पेंटिकॉस्ट जिंदगी एक अच्छा एक लैविशिंग अनुभव है करके गलत फहमी में हम जीने का कोशिश करते हैं। പലപ്പോഴും ക്രിസ്ത്യ ജീവിതം ഒരു സുഖകരമായ ഒരു ആനന്ദകരമായ അനുഭവം എന്തുമാണെന്നുള്ള ഒരു തെറ്റായ ധാരണയിൽ നാം ജീവിക്കുകയാണ്. आपका ध्यान में 7वें अध्याय की 10वीं आयत की ओर लेकर आना चाहूंगा। ഞാൻ നിങ്ങളുടെ ശ്രദ്ധ 7ാമത്തെ അധ്യായം 10ാമത്തെ വാക്യത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. पढ़ेंगे। യഹോവ യോശുവയോട് അരുളി ചെയ്തത്, എഴുന്നേൽക്ക, നീ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നത് എന്തിനാ? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള എന്റെ നിയമം അവർ ലംഘിച്ചിരിക്കുന്നു. അവർ ശപഥാർപ്പിതം എടുത്തിരിക്കുന്നു.
അവർ മോഷ്ടിച്ച് മറവ് ചെയ്തു തങ്ങളുടെ സാമാനങ്ങൾക്കിടയിൽ അത് വെച്ചിരിക്കുന്നു. आमेन। यहाँ पर यहोवा योशुआ से कहता है कि तू क्यों रो रहा है, उठ, क्योंकि आमीन इस्राएलियों ने बहुत बड़ा एक पाप किया है। ഇപ്പോൾ യഹോവ യോശുവയോട് പറയുകയാണ്, യോശുവേ നീ ഇങ്ങനെ വീണ് കിടക്കുന്നത് എന്താ? എഴുന്നേൽക്ക, കാരണം ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. तू क्यों रो रहा है? एंड तू ढूंढ, क्योंकि इस्राएलियों ने परमेश्वर के खिलाफ पाप किया है। നീ എന്തുകൊണ്ട് നിലവിളിക്കുകയാണ്? നീ എഴുന്നേൽക്ക, നീ അന്വേഷിക്കുക, കാരണം ഇസ്രായേലിന്റെ നടുവിൽ പാപമുണ്ട്. क्योंकि श्राप का वस्तु उन्होंने अपना कर दिया और उसको छुपा कर रखा है, और आकर कॉलर बनाकर हालेलुया मैं एक भक्ता हूँ करके बोलते हुए दूसरों के सामने एक अच्छा व्यक्ति बनकर दिखाना कोशिश कर रहा है। അവർ ശബദാർജിത വസ്തു കൊണ്ടുവന്ന് തങ്ങളുടേതായി കരുതി തങ്ങളുടെ ആമേൻ ഇടയിൽ വെച്ചതിന് ശേഷം നന്നായി കോളർ കാണിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ ഭക്തനാണ് ഭക്തിയാണെന്ന് ആയിക്കൊണ്ട് ആയിരിക്കുന്നു യോശുവേ. परमेश्वर स्पष्ट तौर से कहता है कि इस्राएल ने मेरा नियम को तोड़ा है। ദൈവം വളരെ സ്പഷ്ടമായി യോശുവയോട് പറയുകയാണ്, ഇസ്രായേൽ എന്റെ നിയമത്തെ ലംഘിച്ചിരിക്കുന്നു. आमीन। और मैंने दिया हुआ आज्ञाओं को बहुत ही आसान तौर से they have taken it lightly and और मेरे नियमों को उन्होंने तोड़ दिया है। ഇസ്രായേൽ ജനം ഞാൻ കൊടുത്ത കൽപ്പനകളെ വളരെ നിസ്സാരമായി കണ്ട് അതിനെ ലംഘിച്ചിരിക്കുകയാണ്. हालेलुया। और जो अशुद्ध था, अपवित्र था, उस बातों को अपना बनाते हुए हालेलुया छुपा कर रखा है, और मेरे कल्पनाओं का विरोध अभी वो चल रहा है। അശുദ്ധമായതിനെ വിശുദ്ധമല്ലാത്തതിനെ സ്വന്തമാക്കി സ്വന്തം അനുഭവങ്ങളെ കൊണ്ടുവന്ന് അവർ ഇപ്പോൾ മറഞ്ഞിരിക്കുകയാണ്. हालेलुया। और उसके कारण उनके उस युद्ध में बहुत बड़ा एक पराजय को वो अनुभव कर रहा है। അത് നിമിത്തം അവർ യുദ്ധത്തിൽ പരാജയപ്പെട്ടു. हालेलुया। क्योंकि उसके 6 अध्याय और उसके 18 और 19 के आयतों को हम पढ़ेंगे। आमीन। जोशुआ चैप्टर 6 वर्सेस 18 and 19 हम पढ़ेंगे। യോശുവ 6:18-19 ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ നിങ്ങൾ ശപഥം ചെയ്തിരിക്കെ ശപഥാർപ്പണത്തിൽ വല്ലവും എടുത്തിട്ട് ഇസ്രായേൽ പാളയത്തിന് ശാപവും അനർത്ഥവും വരുത്താതിരിക്കേണ്ടതിന് ശപഥാർപ്പിതമായ വസ്തു ഒന്നും തൊടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളേ. വെള്ളിയും പൊന്നുമൊക്കെയും ചെമ്പും ഇരുമ്പും കൊണ്ടുള്ള പാത്രങ്ങളും യഹോവയ്ക്ക് വിശുദ്ധം, അവ യഹോവയുടെ ഭണ്ഡാരത്തിൽ ചേരട്ടെ. आमीन। योशुआ परमेश्वर की लोगों से कहता है कि श्रापित वस्तुओं के सामने तुम्हारा नजर भी नहीं जाना चाहिए, कुछ भी नहीं उठाना, बड़े ध्यान पूर्वक रहना है। യോശുവയിലൂടെ വ്യക്തമായി ഇങ്ങനെ ജനത്തോട് സംസാരിക്കുകയാണ്, നിങ്ങൾ ശപഥാർപ്പിതമായ ഒരു വസ്തുവിനുമേലും ദൃഷ്ടി പതിപ്പിക്കരുത്, അതിനെ തൊടുക പോലും അരുത്. If you want to win the battle, then you have to be cautious what you have to do in your Christian life. നാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ യുദ്ധം ജയിക്കണമെന്നുണ്ടെങ്കിൽ നാം വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. നാം എന്ത് ചെയ്യണം ചെയ്യരുത്. जो नहीं लेना है, जो नहीं छूना है, जिस बातों की ओर नहीं देखना है करके जब परमेश्वर कहता है, उसकी ओर नजर भी हम नहीं लगाना चाहिए। കാണരുത്, തൊടരുത്, കേൾക്കരുത് എന്ന് പറയുന്ന വിഷയങ്ങളിൽ ദൈവം പറയുമ്പോൾ അത് അങ്ങനെ തന്നെ നാം ചെയ്തേ മതിയാവും. मेरा और आपका परमेश्वर एक सीरियस बिजनेस में है, इसके लिए हम उसके सामने बड़े भय और भक्ति के साथ रहना बहुत जरूरी है। ദൈവം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യത്തെ അവൻ നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആകയാൽ നാമും ആ കാര്യത്തിൽ അല്പം സീരിയസ് ആയിരിക്കണം. आमीन। यहाँ पर देखते हैं कि एक व्यक्ति जब युद्ध के लिए गया, वहां से छुपाकर कुछ बातों को छुपाते हुए कोई नहीं देखा, एंड वो सीक्रेटली वहां से उठाकर लेकर आता है। അവിടെ യുദ്ധത്തിന് പോയവരുടെ ഇടയിൽ നിന്ന് ഒരു വ്യക്തി, അവൻ ആരും അറിയുന്നില്ല കാണുന്നില്ല എന്ന് വെച്ച് അവൻ ചില ശപഥാർപ്പിത വസ്തുക്കളെ പാത്ത് എടുത്തുകൊണ്ട് വരികയാണ്. आमीन। और वो व्यक्ति के अंदर इतना हिम्मत है कि छुपाकर यदि मैं लेकर आऊंगा तो कोई मुझे नहीं पकड़ेगा। ആ വ്യക്തിയുടെ മനസ്സിൽ ഇത്രയ്ക്കും ധൈര്യമായിരുന്നു, ഞാനിത് പാത്ത് എടുത്തോണ്ട് വന്നാലും ആരും കാണത്തില്ല. हालेलुया। आपको समझ में आ रहा है? മനസ്സിലാകുന്നുണ്ടോ? आपको समझ में आ रहा है? മനസ്സിലാകുന്നുണ്ടോ? आमीन। 1-2 बार जब पकड़ा नहीं जाता, हमारे अंदर एक गलत कॉन्फिडेंस बढ़ता है कि यदि मैं ये बातों को बोलूंगा, ये बातों को करूंगा, इस राहों में चलूंगा, तो भी कोई मुझे नहीं पकड़ेगा। वो हिम्मत के साथ हम गलत रास्ता में चलने का कोशिश करते हैं। ഒന്നോ രണ്ടോ പ്രാവശ്യം നാം പിടിക്കപ്പെടാതിരിക്കുമ്പോൾ നാം പറഞ്ഞാലും നാം ചെയ്താലും നാം അത് എടുത്തുകൊണ്ട് വന്നാലും അനുഭവിച്ചാലും ആരും അറിയത്തില്ല എന്നുള്ള ഒരു തെറ്റായ ധാരണയിൽ നാം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. लेकिन परमेश्वर के सामने हम क्या छुपा सकते हैं? എന്നാൽ ദൈവത്തിന്റെ മുമ്പാകെ എന്തു മറയ്ക്കുവാൻ? हमारे अंदर कितना भी टैलेंट होने दे, कितना भी काबिलियत होने दे, लेकिन परमेश्वर की विरोध होने वाले बातों को हम कितना भी गुप्त तौर से करने का कोशिश करें, परमेश्वर उसको रोशनी के सामने लेकर आएगा। നാം എത്ര ടാലന്റുകളും കഴിവുകളും ഒക്കെ ഉള്ളവരായിരുന്നാലും ദൈവത്തിന് ഹിതകരമല്ലാത്ത കാര്യങ്ങൾ നാം മറഞ്ഞിരുന്ന് ചെയ്താൽ അത് എത്ര ആമേൻ മറച്ചു വെച്ചാലും വെളിച്ചത്ത് ആമേൻ വെളിയിൽ വരും. गिनती एक बार देखना, करीबन 2000 से भी ज्यादा लोग
आई में युद्ध करने के लिए गया है എണ്ണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 3000-ലധികം പേരാണ് ആയി പട്ടണത്തിലേക്ക് और പോയത്. इस युद्ध के बीच में कुछ बातों को छुपा कर लेकर आना है, तो ये एक ही व्यक्ति दूसरों की नजरों से छुपा कर लेकर आना है, तो इसके अंदर का टैलेंट कितना बड़ा होगा. നാം ഒന്ന് ചിന്തിക്കണം, 3000 പേരുടെ ഇടയിൽ ആരും കാണാതെ ഈ ഒരു സാധനം മറച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ താൻ എത്ര ബുദ്ധിമാനാണ്. और घर में भी आकर यदि इसको छुपा कर रखना है पड़ोसी के जानकारी के बिगर, तो इसके अंदर का काबिलियत कितना बड़ा होगा. അയൽക്കാർ പോലും കാണാതെ ഭവനത്തിലുള്ളവർ അറിയാതെ അതിനെ മറച്ചു വെക്കണമെങ്കിൽ താൻ വളരെ കഴിവുള്ള വ്യക്തിയാണ്. I mean, और दूसरों के सामने बड़े डिसेंट जिंदगी को दिखाता है कि मुझे कुछ पता ही नहीं है यहाँ पर क्या हो रहा था बोलकर एक बहुत बड़ा कॉलर मैन बोलकर दिखावा का कोशिश कर रहा है. എന്നാൽ മറ്റുള്ളവരുടെ മുന്നിൽ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് അറിയത്തേ ഇല്ലെന്നുള്ള ഭാവത്തിൽ അവരുടെ കോളർ നന്നായി വെച്ച് താൻ അഭിനയിക്കുകയാണ്. लेकिन परमेश्वर के सामने कभी भी हम छुपा नहीं सकता. എന്നാൽ ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് ഒരിക്കലും അവൻ ഒന്നും മറച്ചു വെക്കാൻ हर एक കഴിയില്ല. बातों को रोशनी के सामने लेकर आने वाला एक महान परमेश्वर की उपस्थिति में हम है. സകലത്തെയും വെളിച്ചത്തിൽ കൊണ്ടുവരുന്ന ഒരു ദൈവത്തിന്റെ यहाँ पर മുമ്പാകെയാണ് बताया गया है कि गुप्त बातों को रोशनी की ओर लेकर आने वाला परमेश्वर. ഗുപ്തമായ കാര്യങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ദൈവം. और यहाँ पर परमेश्वर उनके सामने क्रोधित होता है. ദൈവം അവരുടെ മുന്നിൽ ദൈവം കോപിക്കുകയാണ്. I mean युद्ध में वो पराजय अनुभव कर रहा है. അവർ ആ യുദ്ധത്തിൽ വൻ പരാജയം അനുഭവിച്ചു. हालेलुया. यहाँ पर दूसरों के सामने आकर अच्छा आराधना कर सकते हैं, ताली बजा सकते हैं, बहुत अच्छा प्रार्थना कर सकते हैं, बहुत अच्छा प्रचार कर सकते हैं, लेकिन परमेश्वर के सामने हम कुछ भी छुपा नहीं सकते. നമുക്ക് ആമേൻ സഭയിൽ കടന്നു വന്ന ആളുകളുടെ മുമ്പാകെ നന്നായി കൈയടിക്കുവാനും പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും എല്ലാം കഴിയും, പക്ഷേ ദൈവത്തിന് മറഞ്ഞ് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. आमीन. आज परमेश्वर में कुछ बातों को याद दिलाना चाहता है कि जब तक हम परमेश्वर के खिलाफ किया हुआ उस गुनाहों को जब तक हम सॉर्ट आउट नहीं करते, तब तक हमें परमेश्वर उसमें विजय नहीं देगा. എന്നാൽ ഇന്ന് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിന് മുമ്പാകെ നാം ചെയ്ത തെറ്റുകളെ നാം എന്തുവരെ ഏറ്റുപറയുന്നില്ല, അന്നുവരെ ജീവിതത്തിൽ ജയം അനുഭവിക്കുവാൻ കഴിയുകയില്ല. हालेलुया. सभी लोगों के सामने एपिसोड अच्छा व्यक्ति बनकर दिखा सकता है, लेकिन परमेश्वर के सामने सारे बातें खुला पुस्तक नहीं है. നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലവനായി നല്ലവളായി നമുക്ക് കാണിക്കുവാൻ കഴിയും, പക്ഷേ ദൈവത്തിന്റെ മുമ്പാകെ എല്ലാം ഒരു തുറന്ന പുസ്തകം പോലെ. और जब पराजय हो गया एपिसोड, पूरा इस्राएलियों के हृदय पिघल गया दर्द के साथ, और योशुआ और इस्राएली लोग मिलकर परमेश्वर के खिलाफ बातें करते हैं कि हे परमेश्वर, ऐसा होना था तो क्यों हमें यहाँ तक लेकर आया. പരാജയം വന്നപ്പോൾ മുഴുവൻ ഇസ്രായേലും യോശുവയും ദൈവത്തിന് മുമ്പാകെ ചെന്ന് നിലവിളിക്കുകയാണ്, ദൈവമേ, ഇങ്ങനെ പരാജയപ്പെടുത്തുവാനാണെങ്കിൽ ഞങ്ങളെ എന്തിന് ഇവിടെ വരെ കൊണ്ടുവന്നു. गलती को छुपाकर परमेश्वर के ऊपर दोष डाल रहा है. തെറ്റിനെ മറച്ചു വെച്ച് ദൈവത്തിന് വിരോധമായി സംസാരിക്കുന്നു. हमारे मसीह जिंदगी और प्रार्थना की जिंदगी को एक बार परख कर देखना जरूरी है. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെയും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെയും നാം ഒന്ന് ശോധന ചെയ്യുക. कुछ बातों को गुप्त करते हुए दूसरों के सामने परमेश्वर के ऊपर दोष डालने वाला एक मसीह जिंदगी हम जी रहे हैं, तो परमेश्वर आज हमसे कुछ बातों को कहना चाह रहा है. ചിലത് നാം മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നാം നല്ലവരായി കാണിക്കുന്നുവെങ്കിൽ ദൈവം നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. 7वें अध्याय उसके 11वें आयत को पढ़ेंगे. 7-ാം അധ്യായത്തിന്റെ 11ാമത്തെ 11ാമത്തെ വാക്യം വായിക്കുന്നു. എന്റെ നിയമം അവർ ലംഘിച്ചിരിക്കുന്നു, അവർ ശപഥാർപ്പിതം എടുത്തിരിക്കുന്നു, അവർ മോഷ്ടിച്ച് മറവ് ചെയ്തു, തങ്ങളുടെ സാമാനങ്ങൾക്കിടയിൽ അത് വെച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ ശാപഗ്രസ്തരായി തീർന്നതുകൊണ്ട് ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ കഴിയാതെ ശത്രുക്കൾക്ക് പുറം കാട്ടേണ്ടി വന്നു. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളോട് കൂടി ഇരിക്കുകയില്ല. हालेलुया. परमेश्वर कहता है कि जब तक उस श्राप के कारण को तुम नहीं हटाते हैं, तब तक मैं तुम्हारे साथ नहीं रहूंगा. ദൈവം പറയുകയാണ്, ആ ശാപ വസ്തു നിങ്ങളുടെ ഇടയിൽ നിന്ന് നിങ്ങൾ മാറ്റാതിരിക്കുന്നിടം വരെ ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കുകയില്ല. तुम प्रार्थना कर सकते हैं, आराधना कर सकते हैं, अच्छा मसीह जिंदगी करके दिखा सकते हैं, लेकिन जब तक उसका कारण को नहीं हटाते हैं, तब तक मैं तुम्हारे बीच में वास नहीं करूंगा. നാം പ്രാർത്ഥിക്കുവാൻ കഴിയും, ആരാധിക്കുവാൻ കഴിയും, നമുക്ക് നന്നായി മറ്റുള്ളവരുടെ മുന്നിൽ ആയിരിക്കുവാൻ കഴിയും, പക്ഷേ ആമേൻ കാരണമായ ശാപവസ്തുവിനെ നമ്മുടെ ഇടയിൽ നിന്ന് നീക്കാതിരിക്കുന്നിടം വരെ ദൈവം നമ്മെ ശ്രദ്ധിക്കുകയില്ല. एक बहुत बड़ा बात दर्द के साथ याद दिलाना चाहूंगा कि पूरा इस्राएल पराजय के अनुभव को सामना कर रहा है. വളരെ ആമേൻ സങ്കടകരമായ ഒരു കാര്യം ഞാൻ പറയട്ടെ, മുഴുവൻ ഇസ്രായേലാണ് പരാജയപ്പെട്ടിരിക്കുന്നത്. हालेलुया. एपिसोड 10 लोग मिलकर किया, एपिसोड एक झुंड मिलकर किया करके नहीं, एक व्यक्ति का गलती के कारण पूरा इस्राएल पराजय के अनुभव को सामना कर रहा है. ഒരു 10 പേർ ഒരുമിച്ച് ചെയ്ത വിഷയമല്ല, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ചെയ്ത ഒരു വിഷയമല്ല, ഒറ്റ
ഒറ്റ ഒരു വ്യക്തി ചെയ്ത തെറ്റ് നിമിത്തം മുഴുവനും ഇസ്രായേലിന് പരാജയം. हमें 7वें अध्याय के 12 और 13 आयतों में बताता है कि जब तक तुम उस बातों में डील नहीं करता तब तक मैं तुम्हारे साथ नहीं रह पाऊंगा. 12ാമത്തെ വാക്യത്തിൽ നാം വ്യക്തമായി ഇങ്ങനെയാണ് വായിച്ചത്, എന്ന് വരെ ആ ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുന്നില്ല, അന്ന് വരെ ഞാൻ നിങ്ങളോട് കൂടി और उसके लिए परमेश्वर योशुआ से कहता है कि एक एक गोत्र को तुम बुलाओ और सभी लोगों के सामने लाकर खड़ा करके क्वेश्चन करो और उनको एक सैंक्टिफिकेशन, एक शुद्धिकरण का एक अनुभव की ओर उन्हें चलाओ. യോശുവയോട് ദൈവം പറയുകയാണ്, നീ ഗോത്രം ഗോത്രമായി ആളുകളെ വിളിക്കുക, ഓരോ ഗോത്രത്തെയും വലിയൊരു ശുദ്ധീകരണത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകും. हमें इसी गोत्र को, इसी इस्राएलियों को 3रे अध्याय और 5वीं आयत में बताया कि योर्दान के उस पार में जब खड़े थे पूरे इस्राएलियों को एक शुद्धिकरण का अनुभव से परमेश्वर लेकर गया था. ഇതേ ഗോത്രങ്ങളെ കുറിച്ചാണ് നാം യോശുവയുടെ പുസ്തകം 3ാം അധ്യായം അതിന്റെ 5ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. അവർ യോർദാൻ കടന്നു വരുമ്പോൾ അവരൊരു വലിയ ശുദ്ധീകരണത്തിലൂടെ കടന്നു പോയവരാണ്. योर्दान पार करने से पहले उन्हें एक शुद्धिकरण का अनुभव से परमेश्वर लेकर गया था. യോർദാൻ കടക്കുന്നതിന് തൊട്ട് മുൻപായി ഒരു വലിയ ശുദ്ധീകരണം അവർക്ക് ഉണ്ടായി. लेकिन ये शुद्धिकरण प्राप्त किया हुआ वही लोग अभी कैसा पाप के अनुभव में आ सकता है. ആ ശുദ്ധീകരണത്തിലൂടെ കടന്നുപോയ അതേ ജനം ഇപ്പൊ എങ്ങനെയാണ് പാപം ചെയ്തത്? I mean, एक बार परमेश्वर को उद्धारकर्ता के नाई माना था, बपतिस्मा लिया था, वो गारंटी नहीं देता कि आगे की जिंदगी में हम पाप नहीं करेंगे. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടത് കൊണ്ടോ കർത്താവിനെ സ്വന്തമായി അംഗീകരിച്ചത് കൊണ്ടോ നാം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പാപം ചെയ്യത്തില്ലെന്നോ ഒരു ഉറപ്പും പറയുവാൻ കഴിയില്ല. हालेलुया. एक जगह पर शुद्धिकरण पाया, उसी लोग दोबारा पाप के अनुभव से होकर जा रहा है. അവിടെ വെച്ച് ശുദ്ധീകരണം പ്രാപിച്ച അതേ ജനം വീണ്ടും പാപത്തിന്റെ അനുഭവത്തിൽ വന്നിരിക്കുകയാണ്. हमें रोमियों के पत्री इस प्रकार हमें याद दिलाता है कि हमारा ये शरीर, हमारा ये मन एक प्रेस लॉर्ड लालची है. हमें पाप करने के लिए, फ्लैशली डिजायर की ओर हमें खींचने के लिए हर एक समय क्रेविंग है करके परमेश्वर का वचन हमें सिखाता है. റോമാലേഖനം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ഈ ജഡത്തിന്, നമ്മുടെ ഈ ശരീരത്തിന് എന്നും പാപത്തോടൊരു അഭിലാഷവും അത് ചെയ്യുവാനുള്ള ഒരു ആഗ്രഹവും ഉണ്ടെന്നാണ് നമ്മെ വചനം പഠിപ്പിക്കുന്നത്. हालेलुया. यिर्मयाह की पुस्तक उसके 17वें अध्याय उसके 9वें आयत को हम देखेंगे. बुक ऑफ जेरेमाया चैप्टर 17 वर्सेस 9 हम पढ़ेंगे. യെരമ്യാ 17:9 നാം ഇങ്ങനെ വായിക്കുന്നു, ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത്, അത് ആരാഞ്ഞറിയുന്നവൻ ആർ? हमें वहां पर बताया गया है कि हृदय सबसे कपट से भरा हुआ है और उसको परख कर देखने वाला कौन है करके यिर्मयाह हमें याद दिला रहा है. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത്, അത് ആരാഞ്ഞറിയുന്നവൻ ആരെന്ന് യെരമ്യാവ് ചോദിക്കാം. अंदर ही अंदर कपट के बातों को रखते हुए दूसरों के सामने हंस के दिखा सकता है, अच्छे मीठे मीठे बातों को बोल सकता है, लेकिन हमारे हृदय को देखने वाला, जांचने वाला एक परमेश्वर आज भी जिंदा खुदावंद है. നമ്മുടെ ഹൃദയത്തിനകത്ത് കപടവും വിഷമവും വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് നല്ലതായി ഇരിക്കുവാനും അഭിനയിക്കുവാനും കഴിയും. പക്ഷേ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനും ആരാഞ്ഞറിയുന്നവനുമായി ദൈവത്തിന്റെ മുമ്പാകെയാണ് നാം ആയിരിക്കുന്നത്. यिर्मयाह याद दिलाता है कि हमारे हृदय कपट से भरा हुआ है, कपट से भरा हुआ है. कोई भी गलती करने के लिए कोई डर नहीं है. प्रेस लॉर्ड उसके लिए क्रेविंग है करके हमें याद दिला रहा है. യെരമ്യാ പറയുവാണ്, ഹൃദയത്തിനകത്ത് കപടവും വിഷമവും നിറഞ്ഞിരിക്കുകയാണ്, തെറ്റുകൾ ചെയ്യുവാൻ ഒരു മടിയുമില്ലാത്ത ജനം. और संसार का पाप उसके लिए हर एक समय खींचते रहता है, लेकिन हमारा हृदय परमेश्वर के सामने भय और भक्ति के साथ रहना बहुत जरूरी है. ലോകം അതിന്റെ ആകർഷണത്തിലേക്ക്, അതിന്റെ പാപത്തിന്റെ അനുഭവത്തിലേക്ക് നമ്മെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ നാം ദൈവഭയമുള്ളവരായിരിക്കണം. हमें प्रेस लॉर्ड यहाँ पर योशुआ गोत्र के साथ हमें प्रेस लॉर्ड बुला रहा है और उसके बाद में एक एक परिवार समेत बुलाता है और उसके बाद में एक एक लोगों को लाकर उन्हें प्रेस लॉर्ड सैंक्टिफिकेशन करने का प्रोसेस में लेकर चलता है. ഇവിടെ നാം വായിക്കുന്നത് യോശുവ ഓരോ ഗോത്രങ്ങളെ ഗോത്രമായി വിളിച്ചു. അതിനുശേഷം ഭവനങ്ങളെ കുടുംബമായി വിളിച്ചതിന് ശേഷം ഒരു ശുദ്ധീകരണം അവിടെ ചെയ്യുകയാണ്. मैं परमेश्वर से पूछा कि परमेश्वर, जब आप देख रहा है कि ये फलाना व्यक्ति हमें इस प्रकार के बातों को चुरा कर इस जगह पर हमें छुपा कर रखा है करके जब आपके नजरों में आप देख रहे हैं, तो योशुआ से आप क्यों नहीं कह रहा कि हमें ये फलाना व्यक्ति ने इस बातों को किया था? ഞാൻ ഇപ്രകാരം വചനം വായിച്ചപ്പോൾ ചിന്തിക്കുകയായിരുന്നു, ദൈവത്തിന് വ്യക്തമായിട്ട് അറിയാം ആരാണ് പാപം ചെയ്തതെന്ന്. എന്നാൽ യോശുവയോട് ദൈവം പറയുന്നില്ല, ഇന്ന വ്യക്തി നിമിത്തമാണ് ഇത് സംഭവിച്ചത്, ഇന്ന വ്യക്തിയെ ആണ് അതിന് കാരണക്കാരനെന്ന് എന്തുകൊണ്ട് യോശുവയോട് പറഞ്ഞില്ല? हालेलुया. मैंने परमेश्वर से पूछा कि क्यों आप आसान तौर से कह सकता था कि ये फलाना परिवार के ये व्यक्ति ने ये गलती को किया है करके आसान तौर से कह सकता था. ദൈവത്തിന് വളരെ നിസ്സാരമായി
യോശുവയോട് പറയാമായിരുന്നു, ഇന്ന ഗോത്രത്തിലെ ഇന്ന കുലത്തിലെ ഇന്ന വ്യക്തിയാണ് പാപം ചെയ്തത്. लेकिन परमेश्वर कभी कभी कलीसिया में लोगों के सामने एक भय लेकर आना चाहता है. എന്നാൽ പല സാഹചര്യങ്ങളിലും ദൈവം സഭയുടെ നടുവിൽ ഒരു ദൈവ ഭയം ഉണ്ടാകുവാനായി ദൈവം ആഗ്രഹിക്കാറുണ്ട്. मसीह जिंदगी एक लेसी जिंदगी नहीं है. हमें क्या मनमर्जी है उसके हिसाब से करने वाला जिंदगी नहीं है. मसीह जिंदगी बड़े भय और भक्ति के साथ जीना बहुत जरूरी है. നമുക്ക് തോന്നിയതുപോലെ നമ്മുടെ ഹൃദയത്തിൽ തോന്നിയതെല്ലാം ചെയ്ത് അലസമായി ജീവിക്കുവാൻ കഴിയുന്ന ഒരു ജീവിതമല്ല ക്രിസ്തീയ जो ജീവിതം. कुछ भी बातें हम गुप्त तौर से करते हैं परमेश्वर उसको जरूर रोशनी में लेकर आता है. നാം ഗുപ്തമായി ചെയ്യുന്നതും ഒളിവിൽ ചെയ്യുന്നതും എല്ലാം വെളിച്ചത്തിൽ വരുന്ന ഒരു ദിവസമുണ്ട്. हालेलुया. इसका मतलब ये नहीं कि सारे गुप्त बातों को लाकर पब्लिकली लाकर उस व्यक्ति को इंसल्ट करना नहीं. जिस बातों को परमेश्वर लेकर आना चाहता है जरूर परमेश्वर उसको आगे की ओर लेकर आता है. എന്നാൽ ഞാൻ ഇപ്രകാരമല്ല പറഞ്ഞത്, ഒളിവിലായിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന വിഷയങ്ങളെ എല്ലാം നിങ്ങൾ എല്ലാവരുടെ മുന്നിൽ കൊണ്ടുവന്ന ആ വ്യക്തിയെ കുത്തണമെന്നോ വിഷമിപ്പിക്കണോ എന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ ദൈവം അനുവദിച്ച ചില കാര്യങ്ങൾ അത് മറ്റുള്ളവർ അറിയെ തന്നെ വെളിയിൽ വരും. कितना भी हम छुपाने का कोशिश करें उस बातों को परमेश्वर जरूर रोशनी में लेकर आए. നാം എത്ര മറച്ചു വെക്കുവാൻ ശ്രമിച്ചാലും ദൈവം അതിനെ വെളിച്ചത്ത് കൊണ്ടുവരും. कारण है परमेश्वर की लोगों के अंदर एक भय का अनुभव परमेश्वर देना चाहता है. കാരണം ദൈവജനത്തിന് ഒരു ഭയം ഉണ്ടാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. आसान से हमारे मसीह जिंदगी जीने के लिए परमेश्वर नहीं बुलाया. വളരെ നിസ്സാരമായി ക്രിസ്തീയ ജീവിതം നയിക്കുവാനല്ല നമ്മെ വിളിച്ചത്. Don't take the commandment of God lightly. परमेश्वर के वचन में सिखाता है. ദൈവത്തിന്റെ കൽപ്പനകളെ നിസ്സാരമായി എടുക്കരുതെന്ന് ദൈവത്തിന്റെ वचനം പഠിപ്പിക്കുന്നു. हालेलुया. इसके लिए भय और भक्ति के साथ जीने के लिए परमेश्वर कहता है कि लोगों को सैंक्टिफिकेशन के लिए और तैयार करो. ഒരു ഭയവും ഭക്തിയുമുള്ള ജീവിതം ജനം നയിക്കേണ്ടതിന് യോശുവയോട് ദൈവം പറയുകയാണ്, ജനത്തെ ശുദ്ധീകരിക്കുക. नीचे जब हम पढ़ते हैं वहां पर आखान नाम का एक व्यक्ति को परमेश्वर सामने रोशनी में लेकर आता है. താഴോട്ടുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ അറിയാൻ കഴിയുന്നു, ആഖാൻ എന്ന പേരുള്ള വ്യക്തി പിടിക്കപ്പെടുന്നു. हालेलुया. और आखान के बारे में परमेश्वर जिस प्रकार योशुआ से कहा था वो सारे बातें उसके बारे में सच निकला. ദൈവം ആഖാനെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞോ ആ കാര്യങ്ങളെല്ലാം സത്യമായി വെളിപ്പെട്ടു. हालेलुया. आखान ने सोचा कि किसी ने नहीं देखा था. ആഖാൻ വിചാരിച്ചത് ആരും കണ്ടില്ല. मैंने चुपचाप किया था. किसी को पता नहीं चला. गुप्त था. कोई मुझे बाहर लेकर आ नहीं पाएगा. ഞാൻ ആരും കാണാതെയാണല്ലോ ചെയ്തത്, ആരും കണ്ടിട്ടില്ല, ഇത് ആരും അറിയുകയുമില്ല എന്ന് ആഖാൻ വിചാരിച്ചു. लेकिन परमेश्वर के सामने हम कभी भी कुछ भी छुपा नहीं सकता. എന്നാൽ ദൈവത്തിന് മുമ്പാകെ നമുക്കൊന്നും മറയ്ക്കുവാൻ കഴിയുകയില്ല. एक बार यूसुफ ने इस प्रकार कहा. ഒരിക്കൽ യോസഫ് ഇങ്ങനെ പറഞ്ഞു, पोतीफर घर में नहीं है, कोई भी घर में नहीं है. मैं जो पाप के अनुभव कर रहा हूँ कोई देख नहीं पाएगा. शायद उसके मन में सोचा होगा. യോസഫ് ഒരു പക്ഷേ ചിന്തിച്ചു കാണും, പോത്തിഫർ ഭവനത്തിലില്ല, ഭവനത്തിൽ ആരും കാണുകയില്ല, ഞാൻ എന്ത് ചെയ്താലും ആരും അറിയുകയില്ല. लेकिन उसके अंदर ही अंदर एक कॉन्फिडेंस, एक बात यह था कि मुझे देखने वाला एक परमेश्वर है. എന്നാൽ യോസഫിനുള്ളിൽ ഒരു നിശ്ചയം ഉണ്ടായിരുന്നു, അവൻ ആരും ഇവിടെ ഇല്ലെങ്കിലും എന്നെ കാണുന്ന ഒരു സ്വർഗീയ കണ്ണുണ്ട്. शायद पोतीफर नहीं होगा, वहां का कोई नहीं होगा. हम जो कर रहे हैं देखने के लिए, बोलने के लिए, क्वेश्चन करने के लिए हिम्मत वाला कोई नहीं होगा. लेकिन हमें देखने वाला एक महान परमेश्वर हमारे ऊपर है. നാം ആയിരിക്കുന്നിടത്ത് ആരും കാണുകയില്ല, നമ്മെ നോക്കുന്നവരോ ശ്രദ്ധിക്കുന്നവരോ ആരും നമ്മുടെ അടുക്കൽ ഉണ്ടായിരിക്കില്ല. പക്ഷേ നമ്മെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. हम कभी भी जब भी एक मॉल में जाते हैं या हॉस्पिटल में जाते हैं, कहीं पर भी जाते हैं, आजकल हम यही देखते हैं कि you are under the supervision of the CCTV camera. നമ്മൾ ഏതൊരു മോളിലോ മറ്റു ബിൽഡിങ്ങുകളിലോ വലിയ വലിയ ഇടങ്ങളിലൊക്കെ പോയാലും നാം ഇപ്പോൾ എപ്പോഴും എവിടെ നോക്കിയാലും വായിക്കാൻ കഴിയുന്ന ഒരു ഇതാണ്, നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. आप किस प्रकार चल रहे हैं, क्या बोल रहे हैं, सारे बातें वहां पर रिकॉर्ड हो रहा है. നാം ചെയ്യുന്നതും നടക്കുന്നതും പ്രവർത്തിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും അവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. मनुष्य का इस छोटे से बुद्धि में इतना कुछ कैप्चर कर सकते हैं, तो इस बुद्धि को सृष्टि किया हुआ परमेश्वर के सामने हम क्या छुपा सकते हैं. ഇത്രയും ചെറിയ മാനുഷിക ബുദ്ധിയിൽ മനുഷ്യർ ഇത്രമാത്രം കാര്യങ്ങളെ ചെയ്തു വെച്ചിരിക്കുന്നുവെങ്കിൽ ഈ ബുദ്ധിയുടെ ഉടയവനായ സൃഷ്ടിതാവായ ദൈവത്തിന്റെ കാര്യങ്ങളെ നമുക്ക് എങ്ങനെ ചിന്തിക്കാൻ ये കഴിയും? प्रचार करने वाला मैं और सुनने वाला आप भी उसके सर्विजिलेंस के अंदर आप है. ആ വചനം സംസാരിക്കുന്ന ഞാനും വചനം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, നാം ഓരോരുത്തരും ആ നിരീക്ഷണത്തിന്റെ അകത്ത് തന്നെയാണ്. मेरा मुंह से क्या आता है, मेरा मन में क्या सोचता है, मैं किस प्रकार बोलता हूँ, इट्स अंडर द सर्विजिलेंस ऑफ द कैमरा ऑफ गॉड. നാം എന്ത് കാണുന്നു, നാം സംസാരിക്കുന്നത് എന്താണ്, അതിന്റെ പുറകിലുള്ള ഉദ്ദേശം എന്താണ്, എല്ലാത്തിനെയും നോക്കി നിരീക്ഷിക്കുന്ന അറിയുന്ന ദൈവമാണ്. यूसुफ सोचा कोई नहीं है, लेकिन उसके अंदर
पता चला कि मुझे देखने वाला एक परमेश्वर है। യോസഫ് നോക്കിയപ്പോൾ ആരുമില്ല അവിടെ, പക്ഷെ അവന് നിശ്ചയമായിരുന്നു എന്നെ കാണുന്ന ദൈവം. आखान सोचा कोई नहीं देख रहा है, लेकिन उसको देखने वाला एक परमेश्वर उसके ऊपर था। ആഖാൻ ചിന്തിച്ചു എന്നെ ആരും അറിയുന്നില്ല, പക്ഷെ അവനെ നോക്കിക്കൊണ്ടിരുന്ന ഒരു ദൈവം और സ്വർഗ്ഗത്തിലുണ്ട്. यहाँ पर शुद्धिकरण के समय में परमेश्वर ने कहा कि जो पाप का अनुभव श्राप की बातों को उठाया है उसको पूरे परिवार समेत उठा लो। അപ്പോൾ അവിടെ ശുദ്ധീകരണത്തിനിടയിൽ ദൈവം പറയുകയാണ്, ശാപം വരുത്തിയവനെ, പാപം ചെയ്തവനെ കുടുംബസഹിതം പിടിച്ചുകൊണ്ടുവരിക. लेवी के पुस्तक में जब हम पढ़ते हैं, वहां पर यदि पिता कुछ पाप करता है, केवल वही मृत्यु का योग्य बनता है, अपने बेटे के ऊपर उसका गुनाह को नहीं पूछता है। ലേവ്യ പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ വ്യവസ്ഥ പ്രകാരം പിതാവ് ചെയ്ത പാപത്തിന് മക്കൾക്ക് ശിക്ഷ വരികയില്ല. एंड यदि बेटा कुछ गुनाह करता है, उसका पिता उसका शिक्षा भोगना नहीं पड़ेगा। മക്കൾ ചെയ്ത പാപത്തിന് പിതാവിന് ശിക്ഷ ലഭിക്കാറില്ല. लेकिन यहाँ पर परमेश्वर कहता है पूरा परिवार समेत उठाओ और शिक्षा के लिए उसको तैयार करो। ഇവിടെ പറയുകയാണ് മുഴുവൻ കുടുംബത്തെ പിടിച്ചുകൊണ്ട് വരിക, അവരെ ശിക്ഷിക്കണം. क्योंकि एक बहुत बड़ा एक सेना पराजित होने का कारण ये एक व्यक्ति का कारण हुआ था। ഒരു വലിയ സേനയുടെ പരാജയത്തിന് കാരണമായി തീരുന്നത് ഈ ഒരു വ്യക്തി And മാത്രമാണ്. praise Lord, hallelujah। और केवल नहीं, and इस बातों को जब घर में लेकर आया, छुपाने का जब कोशिश किया, तब उसका पत्नी शायद देखा होगा, बच्चों ने शायद देखा होगा, वे शायद कह सकते थे कि पापा ये श्रापित बातें हैं, ये मेरा घर में आपके घर में लाने का बात नहीं है, बोलकर शायद उसको करेक्ट कर सकता था। ഒരുപക്ഷെ താൻ ആ വസ്തു ഭവനത്തിൽ കൊണ്ടുവന്ന് മറയ്ക്കുവാനായി ശ്രമിച്ചപ്പോൾ തന്റെ ഭാര്യയോ കുഞ്ഞുങ്ങളോ ഒക്കെ അത് കണ്ടു കാണുമായിരിക്കും. അവർക്കെങ്കിലും പറയാമായിരുന്നു, പപ്പ ഇത് നമ്മുടെ ഭവനത്തിൽ ഇരിക്കേണ്ടതല്ല, നാം ചെയ്യേണ്ടതല്ല, ഇത് തെറ്റല്ലേ എന്ന് ചോദിക്കാമായിരുന്നു. And praise Lord, जब घर में कुछ गुनाह होते हैं, praise Lord, हम करेक्ट करना जरूरी है कि ये हम बोलने का बात नहीं है, ऐसे हम सोचना नहीं चाहिए, हम मसीह के संतान हैं। ഭവനത്തിൽ ചില തെറ്റായ കാര്യങ്ങൾ നടക്കുമ്പോൾ നാം അതിനെ ചെയ്യരുതെന്ന് പറയണം. അത് ക്രിസ്തീയമല്ല, ദൈവവചന വ്യവസ്ഥ പ്രകാരമല്ലെന്ന് മറ്റുള്ളവരോട് നാം പറഞ്ഞേ മതിയാവും. लेकिन जब हम करेक्शन नहीं कर रहे तो हम उसको सपोर्ट कर रहे हैं। നാം അതിനെ ശരിയായ രീതിയിലേക്ക് അവരെ ഗൈഡ് ചെയ്യുന്നില്ല എങ്കിൽ നാം അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. जब सपोर्ट कर रहे हैं तो शिक्षा भी पूरा परिवार समेत भोगना पड़ेगा। നാം അതിനെ സപ്പോർട്ട് ചെയ്താൽ മുഴുവൻ ഭവനവും അതിനെ ശിക്ഷ और അനുഭവിക്കും. यहाँ पर बताया गया है कि आखान और उसके पूरे परिवार को इस्राएल लोग सामने लेकर आता है और उसको पत्थर मार के उनको मार डालते हैं। ആഖാനെ തന്റെ കുടുംബസമേതം അവരുടെ മുന്നിൽ കൊണ്ടുവന്നു. അവരെ ഇസ്രായേൽ അവരെ കല്ലെറിഞ്ഞ് കുടുംബസമേതം കല്ലെറിയുക. एक कलीसिया को श्राप लेकर आने के लिए, गुनाहों को करने के लिए एक भी व्यक्ति यदि तैयार हो गया, पूरा कलीसिया उसका दर्द उठाना पड़ता है। ഒരു സഭയിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ശപഥാർപ്പിതമായ വസ്തു കൊണ്ടുവരുവാൻ ഒരു വ്യക്തി പാപം ചെയ്താൽ അതിനെ മുഴുവൻ പരിണിത ഫലം ഒരു സഭ മുഴുവൻ അനുഭവിക്കും. हम सोचना नहीं कि मैं बोलने वाला कुछ भी बात है, मैं करने वाला कुछ भी बात है, बस मैं ही जानेंगे और कोई किसी को पता नहीं चलेगा। നാം ഒരിക്കലും ചിന്തിക്കരുത്, നാം പറയുന്നതും നാം ചെയ്യുന്നതുമായ കാര്യങ്ങൾ എനിക്ക് മാത്രമേ അറിയൂ, മറ്റാരും ഒരിക്കലും അറിയുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. मेरा और आपका एक शब्द काफी है पूरा कलीसिया को श्राप के नीचे लेकर आने के लिए। നാം ചെയ്യുന്ന നമ്മുടെ ഒരു വ്യക്തിയുടെ തെറ്റോ നാം പറയുന്ന വാക്കോ മാത്രം മതി സഭ മുഴുവൻ ശാപത്തിന് കീഴിലാകും. एक व्यक्ति गलत करने के कारण, श्राप के वस्तु को उठाने का कारण पूरा इस्राएल पराजय के अनुभव कर रहा है। ഒരു വ്യക്തി ശപഥാർത്ഥിത വസ്തു എടുത്തത് നിമിത്തം മുഴുവൻ ഇസ്രായേലിനും പരാജയം. हमें नीचे की आयतों को जब हम पढ़ते हैं, वहां पर परमेश्वर का क्रोध भटका, क्योंकि श्राप के बातें वहां पर हो रहा है और परमेश्वर के ऊपर बिल्कुल दया नहीं दिखा रहा है। യഹോവയുടെ കോപം, ഉഗ്ര കോപം ജ്വലിച്ചെന്നാണ് നാം അവിടെ വായിക്കുന്നത്. ജനം വലിയൊരു പരാജയത്തിലേക്ക് എത്തിച്ചേർന്നു. यदि हम में से कोई भी उस बातों को सपोर्ट कर रहे हैं, उसके साथ खड़े रह रहे हैं, हम और उसका परिवार भी ये श्राप के नीचे जरूर आना पड़ेगा और जरूर मृत्यु को अनुभव करना पड़ेगा। നാം ആ വിഷയങ്ങളിൽ അവരെ സഹായിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നാം അവരോട് ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ, ഒരുപക്ഷെ നാമും ആ കുടുംബത്തോടൊപ്പം ആ വ്യക്തിയോടൊപ്പം ശിക്ഷ അനുഭവിക്കേണ്ടതായി വരും. हम शायद कहेंगे कि वो तो मैं बस सुनना पड़ा जबरदस्ती के कारण, नहीं तो बोलना पड़ा, नहीं तो साथ रहना पड़ा। नहीं, उसका दाम जरूर हम चुकाना पड़ेगा। നാം പലപ്പോഴും പറയുന്നത് പോലെ നിർബന്ധിതമായി ഞാൻ കേൾക്കേണ്ടി വന്നു, നിർബന്ധിതമായി പറയേണ്ടി വന്നു, കൂടെ നിൽക്കേണ്ടി വന്നു. ആമേൻ. എന്നാൽ ഒന്ന് പറയട്ടെ, നാമും ശിക്ഷ നിശ്ചയമായും അനുഭവിക്കും. हालेलुया। परमेश्वर का क्रोध तब तक नहीं हटेगा जब तक उसको पूरे परिवार समेत खत्म ना कर दे। ദൈവ കോപം ഒരിക്കൽ അത് ആ കുടുംബ സമേതം അവരെ നശിപ്പിക്കുന്നിടം വരെ ദൈവകോപം അടങ്ങിയില്ല. इसका एक कारण है, जो परमेश्वर का था, जब इंसान उसको उठा रहा है वो श्रापित हो जाता है।
ദൈവത്തിന്റേതായ വസ്തുക്കളെ അത് മനുഷ്യൻ അപഹരിക്കുവാനായി ശ്രമിക്കുമ്പോൾ അവന്റെ സ്വന്തമാക്കുവാൻ ശ്രമിക്കുമ്പോൾ അത് ശാപമായി മാറും. जो बातें परमेश्वर का है वो परमेश्वर को देना जरूरी है. ദൈവത്തിന് അർഹിക്കുന്നത് ദൈവത്തിന് തന്നെ കൊടുക്കണം. यदि परमेश्वर में अनुग्रह किया है उसका एक भाग यदि परमेश्वर का है छुपाकर यदि हम इस्तेमाल करने का कोशिश करेंगे श्राप हमारे घर से नहीं हटेगा. നാം പ്രാപിച്ച നന്മയുടെ അനുഗ്രഹത്തിന്റെ ഒരു ഭാഗം അത് ദൈവത്തിന് അർഹിക്കുന്നതായിരിക്കെ നാം അതിനെ മറച്ചു വെച്ച് അനുഭവിച്ചാൽ അത് ശാപമായി മാറും. जो परमेश्वर की सेवकाई के लिए है परमेश्वर के कार्य के लिए हटाकर रखा है यदि मैं और आप यदि हमारे व्यक्तिगत कार्यों को करने के लिए हटाने का कोशिश करेंगे श्राप घर से नहीं हटेगा. ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടേണ്ട കാര്യങ്ങളെ ദൈവിക ശുശ്രൂഷയ്ക്കായിട്ടുള്ള വസ്തുക്കളെ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി നാം മാറ്റിവെച്ച് ഉപയോഗിക്കുവാൻ ശ്രമിച്ചാൽ ഭവനത്തിൽ നിന്ന് ശാപം മാറുകയില്ല. मैं बड़े डर के साथ इस बातों को कह रहा हूं लेकिन बोलने का अकाउंट मैं परमेश्वर से देना पड़ेगा. इसके लिए मैं इस बातों को बड़ा स्पष्ट तौर से कहना चाहूंगा जो बातें परमेश्वर का है उसके अंदर हम कभी भी हाथ ना डालें. ഞാൻ വളരെ ഭയത്തോടെ തന്നെയാണ് അവൻ ഈ കാര്യങ്ങളെ നിങ്ങളോട് പറയുന്നത്. കാരണം അവൻ എല്ലാത്തിനും ഞാനും ഒരു ദൈവസന്നിധിയിൽ ഉത്തരം കൊടുക്കേണ്ടതാകൊണ്ട് അവൻ ഞാൻ പറയട്ടെ ദൈവരാജ്യത്തിനും ദൈവത്തിനുമുള്ള കാര്യങ്ങളിൽ അവൻ ഒരു വിഷയത്തിലും നാം കൈയിടരുത്. हालेलुया. हम शायद हमारे बुद्धि के अनुसार हम सोचते होंगे ऐसा करेगा तो अच्छा रहेगा ऐसा करेंगे तो बढ़िया रहेगा सोचकर हमारे मन मर्जी के हिसाब से करने वाला बात नहीं है. परमेश्वर के लिए जो रखा है वो परमेश्वर को ही हम देने पाए. നാം നമ്മുടെ ബുദ്ധിയിൽ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കുമല്ലോ ആമേൻ ഇതല്ലേ നല്ലതെന്ന് നാം ബുദ്ധിയിൽ ചിന്തിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ പക്ഷേ ദൈവത്തിന്റേതായ കാര്യങ്ങളാണെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള വിഷയങ്ങളാണെങ്കിൽ ആമേൻ അത് നന്മയായി വരികയില്ല. परमेश्वर जिसके ऊपर हाथ रखता है नहीं तो किसका अवकाश है उसके उस अनुग्रह से हम एक रोटी भी ना ले. हालेलुया. हम हमारे व्यक्तिगत कार्यों के लिए हम कभी भी इस्तेमाल ना करें. ദൈവം ആമേൻ ദൈവത്തിന് അർഹിക്കുന്ന അതായത് ദൈവം കൈവച്ചിരിക്കുന്ന ഒരു അപ്പമായിരുന്നാൽ പോലും അത് ദൈവത്തിന് കൊടുക്കേണ്ടതായ ഒരു അപ്പമോ ഒരു വസ്തുവോ ഒരു ആഹാരമോ എന്തായിരുന്നാലും അതിൽ നാം കൈയിടരുത്. അത് ദൈവത്തിന് അർഹിക്കുന്നതാണ്. क्योंकि वो परमेश्वर का है. यदि हम उसको उठाने करें तो उसको नियंत्रण करने का कोशिश करेंगे तो श्राप घर से नहीं हटेगा. കാരണം അത് ദൈവത്തിന്റെ ഓഹരിയാണ്. ദൈവത്തിന് അർഹിക്കുന്നതിൽ നാം ആമേൻ കടത്തിയാൽ നാം അതിനെ എടുത്താൽ നമ്മുടെ ഭവനത്തിൽ ശാപം മാറുകയില്ല. आखान सोचा कि किसी को पता नहीं चलेगा मैं मेरा बुद्धि के हिसाब से कर रहा हूं लेकिन परमेश्वर ने कहा उसके कारण इस्राएल में श्राप गिर रहा है इसलिए उसको और उसके परिवार को खत्म कर दो. ആഖാൻ ചിന്തിച്ചത് ആരും കാണുന്നില്ലല്ലോ എന്നാണ്. പക്ഷേ ആമേൻ താൻ നിമിത്തം തന്റെ ഭവനത്തിൽ നിന്ന് ശാപം മാറിയില്ല. आमीन. उसके नीचे के आयतों में बड़े डर के साथ हम पढ़ना चाहिए कि वहां पर उस पूरे परिवार को हालेलुया आखोर नाम का उस वैली में तराई में लेकर आता है और उन्हें पत्थर मार के उनको मार डालते हैं. ആ മുഴുവൻ ഭവനത്തെയും ആഖാനെയും അവന്റെ കുടുംബത്തെയും ആഖോർ താഴ്വരയിൽ കൊണ്ടുവന്ന് അവരെ കല്ലെറിഞ്ഞ് കൊന്നുകളഞ്ഞു. और वहां पर पत्थर का बहुत बड़ा हीप बनाता है बहुत बड़े पर्वत के नाई बनाता है और वहां पर हम देखते हैं कि आखोर के उस तराई में हालेलुया एक पराजित अनुभव को खत्म करने वाला बातों को वहां पर देख रहे हैं. അവരവിടെ ഒരു വലിയ കൽക്കുന്നുണ്ടാക്കി ആ ആഖോർ താഴ്വരയിൽ നാം കാണുന്നത് ആ വലിയ പരാജയത്തിന്റെ അനുഭവം അവിടെ തീർന്നു. A heap of stone of failure को हम वहां पर देख रहे हैं. ഒരു പരാജയത്തിന്റെ വലിയ കൽക്കുന്ന്. आमीन. परमेश्वर की वायदा को प्राप्त किया और परमेश्वर के लोगों के अंदर जब वायदा पड़ा हुआ है कभी भी श्राप की बातों में हम हाथ ना डालें. വാഗ്ദത്തം പ്രാപിച്ച ദൈവത്തിന്റെ ജനം വാഗ്ദത്തങ്ങളിൽ നടക്കുന്നതിനിടയിൽ ഒരിക്കലും ശാപവസ്തുക്കളിൽ കൈയിടരുത്. श्राप की बातों में हम बुद्धि और आलोचना भी बोलकर नहीं देना चाहिए. ശബ്ദാർപ്പിത വസ്തുക്കളെ കുറിച്ച് നാം ചിന്തിക്കുകയോ ആലോചിക്കുകയോ പോലും ചെയ്യരുത്. आमीन. क्योंकि घर से श्राप नहीं हटेगा. ഭവനത്തിൽ നിന്ന് ശാപം മാറുകയില്ല. हालेलुया. इसके लिए बड़े भय और भक्ति के साथ हम परमेश्वर की हजूरी में मसीह जिंदगी को जीना बहुत जरूरी है. ആകയാൽ ഭയത്തോടും ഭക്തിയോടും ക്രിസ്ത്യ ജീവിതം നയിക്കാം. जल्दी से उसके आगे की ओर बढ़ना चाहूंगा. एक जगह पर जहां पर हीप ऑफ स्टोन जहां पर पराजय को दिखा रहा है उसी जगह में परमेश्वर बहुत बड़े एक विजय का एक पर्वत को परमेश्वर ने दिखाना चाहता है. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. ഒരു വശത്തു നിന്ന് നാം നോക്കുമ്പോൾ വലിയൊരു പരാജയത്തിന്റെ കൽക്കുന്ന് അവിടെ കാണുമ്പോൾ തന്നെ ആമേൻ അവിടെ നിന്ന് ഒരു ജയത്തിന്റെ അനുഭവത്തെ ആരംഭിക്കുന്നതായി കാണാം. एक नया शुरुआत परमेश्वर डाल रहा ഒരു है. പുതിയ ആരംഭം एक नया विजय की ओर परमेश्वर ने लेकर जाना चाह रहा है. പുതിയ ജയത്തിലേക്ക് നടത്തുകയാണ്. हालेलुया. परमेश्वर का क्रोध उनसे हट गया करके उसके 26 अध्याय में हमें आयत में पढ़ते हैं. 26ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് അങ്ങനെ യഹോവയുടെ ഉഗ്രകോപം മാറി. हालेलुया. यहाँ पर इस प्रकार लिखा है then the Lord turned from the fiery anger करके बताया है.
അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഇങ്ങനെ യഹോവയുടെ ഉഗ്രകോപം മാറി. परमेश्वर की योजना के खिलाफ यदि कोई चलेंगे, जब तक वो खत्म ना हो जाए तब तक परमेश्वर का क्रोध उनमें से नहीं हटता है. ദൈവത്തിന്റെ ആലോചനയ്ക്ക് വിരുദ്ധമായി നാം എന്ന് വരെ നടക്കുന്നോ അന്ന് വരെ ദൈവത്തിന്റെ കോപം മാറുകയില്ല. हमें सोचना जरूरी है कहां पर गलती किया है, कहां पर परमेश्वर के विरोध हमने चला है, उसमें से हम लौट कर आना जरूरी है. നാം എവിടെ വീണു പോയിരിക്കുന്നു, നാം എവിടെയാണ് ദൈവത്തിന്റെ ആലോചനയിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നത്, ദൈവകോപത്തിന് ഇടം കൊടുത്തതെന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്യണം. जहां पर परमेश्वर ने कहा कि जाकर युद्ध करो, लेकिन दो लोगों ने कहा कि हालेलुया हम जहां पर हमें जाकर वहां पर छानबीन करेंगे, और जब जाकर छानबीन किया, कहा कि केवल 2000 लोग काफी है उस शहर को जीतने के लिए. परमेश्वर की योजना को छोड़कर मनुष्य की बातों को जब सुनने के लिए तैयार हो गया, वहां पर बहुत बड़ा पराजय को अनुभव कर रहा है. നാം ഇപ്രകാരം ചിന്തിക്കണം, യുദ്ധത്തിനായി പുറപ്പെടാമെന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേർ ആ പട്ടണത്തെ ഒട്ടി നോക്കുവാനായി പോയി. അവർ പോയി വന്നപ്പോൾ പറഞ്ഞു, അതൊരു ബലഹീനമായ പട്ടണമാകിയാൽ 2000-ലധികം പേരുടെ ആവശ്യമില്ല, അവർ മനുഷ്യരിൽ ആശ്രയിച്ചു നമുക്ക് നിസ്സാരമായി നമ്മുടെ ശക്തിയാൽ ജയിക്കാമെന്നൊരു ചിന്ത വന്നു. जब परमेश्वर ने कहा जाकर युद्ध करो, उन्होंने कहा कि ज्यादा लोगों का जरूरत नहीं है, थोड़ा लोग काफी है उधर जाके युद्ध में जीतने के लिए. ദൈവം പോയി യുദ്ധം ചെയ്യുവാൻ പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു, അധികം പേരുടെ ഒന്നും ആവശ്യമില്ല, 2000 പേരായാലും പോയി ജയിക്കാവുന്നതേ ഉള്ളൂ. उससे और आपसे किसने कहा कि परमेश्वर की योजना को मरोड़ने के लिए, बदलने के लिए? നമ്മളോട് ആരോടാണ് ദൈവം പറഞ്ഞത്? ദൈവത്തിന്റെ പദ്ധതിയെ, ദൈവത്തിന്റെ ആലോചനയെ നമുക്ക് വളച്ചൊടിക്കുവാനായി ആരോടാണ് പറഞ്ഞത്? परमेश्वर की आलोचना को कभी भी हम ना मरोड़े, उसके आलोचना के विरुद्ध कोई भी निर्णय हम कभी ना ले. ദൈവത്തിന്റെ ആലോചനയെ നമുക്ക് വളച്ചൊടിപ്പാനും നമ്മുടെ ഇഷ്ടപ്രകാരമാക്കുവാനും കഴിയുകയില്ല. हमारा परमेश्वर एक सीरियस बिजनेस में है. अपवित्रताओं के बीच में परमेश्वर कभी भी वास नहीं करता. ദൈവം വളരെ പ്രാധാന്യമായ ചില കാര്യങ്ങളെ ചെയ്യുകയാണ്, അശുദ്ധിയിൽ ദൈവം അധിവസിക്കില്ല. He is a holy God. इसके लिए पवित्रताई में ही जीने वाला एक महान परमेश्वर का संतान है. इसके लिए पवित्रताई के साथ ही हम उसके सामने आगे बढ़े. വിശുദ്ധനായ അവൻ വിശുദ്ധനാകിയാൽ അവൻ വിശുദ്ധിയിൽ മാത്രം അധിവസിക്കുകയും പ്രസാദിക്കുകയും ചെയ്യുന്ന ദൈവമാകിയാൽ അവൻ വളരെ ഭയത്തോടെ നമുക്ക് മുന്നേറാം. समय के कमी के कारण मैं जल्दी से वहां पर वाइंड अप करना चाहूंगा. यहाँ पर इस प्रकार बताया गया है, अब परमेश्वर कहता है कि अब तुम जाओ, ये बेसरोड हाई नाम का शहर को तेरे हाथों में मैंने दे दिया है. സമയം കഴിഞ്ഞു പോകുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അനന്തരം യഹോവ യോശുവയോട് പറയുകയാണ്, ഇപ്പോൾ പുറപ്പെട്ട് ഹായി പട്ടണത്തെ ജയിക്കുക. यही हमने पढ़ा था 8वें अध्याय का पहले आयत में, अब जाओ और परमेश्वर ने उस शहर को तुम्हारे हाथों में दे दिया. അതാണ് നാം ആദ്യം വായിച്ച വാക്യം. 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ അനന്തരം യഹോവ യോശുവയോട്, ഇപ്പോൾ നിങ്ങൾ പുറപ്പെടുക, പോയി ജയിക്കുക. जब तक कार्यों को करना है उसके अनुसार जब तक हम तैयार ना करें, तब तक परमेश्वर में उसमें विजय नहीं देगा. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നാം കാര്യങ്ങളെ ക്രമീകരിക്കാതിരിക്കുന്നിടത്തോളം ദൈവം നമുക്ക് ജയം हम തരികയില്ല. खूब प्रार्थना कर सकते हैं, खूब उपवास में बैठ सकते हैं, खूब हम परमेश्वर की आराधना कर सकते हैं, लेकिन जब तक तैयार करने वाले बातों को जब तक हम तैयार ना करें, तब तक परमेश्वर का उत्तर को हम प्राप्त नहीं कर पाएंगे. നമുക്ക് വളരെ പ്രാർത്ഥിക്കുവാൻ കഴിയും, വളരെ ഉപവസിക്കുവാൻ കഴിയും, വളരെ ആരാധിക്കുവാൻ കഴിയും. എന്നാൽ നാം ക്രമീകരിക്കേണ്ട കാര്യങ്ങളെ ക്രമീകരിക്കാതിരിക്കുന്നിടത്തോളം നാം ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കില്ല. मेरा सोच ये था कि जब योशुआ और परमेश्वर के लोग मिलकर परमेश्वर के सामने आकर आंसू उठाते हुए रो रहे हैं, आवाज उठाकर रो रहे हैं, उसके बीच में शायद आखान भी जाकर आवाज उठाकर रोया होगा. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഇസ്രായേൽ മുഴുവനും യോശുവയും ഒരുമിച്ച് പരാജയപ്പെട്ടതിന് ശേഷം ദൈവത്തിന്റെ സന്നിധിയിൽ പോയി ഉച്ചത്തിൽ നിലവിളിച്ച കൂട്ടത്തിൽ ഈ ആഖാനും ഒരുപക്ഷെ പോയി ആ കൈ ഉയർത്തി നിലവിളിച്ചു കാണുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. Praise the Lord. मुझे और आपको आखान के जगह में एक बार खड़ा करके देखो, कितने बार हमारे गुनाहों के कारण बहुत सारे बातें होता है, लेकिन हम चुपचाप इनोसेंट है बोलकर दिखाकर हालेलुया हम जाकर प्रार्थना करते, आराधना करते, परमेश्वर के सामने बड़े भक्त है करके दिखावा करने का कोशिश करते हैं. ആഖാന്റെ സ്ഥാനത്ത് നമ്മളെ തന്നെ ഒന്ന് നിർത്തി നാം ഒന്ന് നോക്കിയാൽ എത്രയോ വട്ടങ്ങൾ പരാജയങ്ങൾക്ക് നാം തന്നെ കാരണമായിരിക്കെ ഹല്ലേലൂയ നാം നമ്മെ തന്നെ മറച്ചു വെച്ചുകൊണ്ട് നാം പലപ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ ആയിരുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലേ? और हम जोर जोर से प्रार्थना करते हैं, चिल्ला चिल्ला कर आराधना करते हैं, सब कुछ हम करते हैं और बोलते हैं कि परमेश्वर क्यों हमें उत्तर नहीं मिल रहा है. നാം അതേ സാഹചര്യത്തിൽ ഇരുന്നുകൊണ്ട് നാം ഉച്ചത്തിൽ ആരാധിക്കുന്നു, ഉച്ചത്തിൽ ശക്തിയോടെ പ്രാർത്ഥിക്കുന്നു, എവിടെയാണ് ദൈവമേ എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ല? परमेश्वर कहता है कि सबसे पहला जहां पर तैयार करना है वहां पर एक सैंक्टिफिकेशन लाना जरूरी है. ദൈവം പറയുകയാണ്, ആദ്യം നീ ശുദ്ധീകരണം പ്രാപിക്കണം. എവിടെയാണ് ശുദ്ധീകരണം വേണ്ടത്? अगर हम छुपाने का कोशिश करेंगे तो परमेश्वर उसको जरूर पब्लिक में लेकर आएगा. നാം അതിനെ മറച്ചു വയ്ക്കുവാനായി ശ്രമിച്ചാൽ നിശ്ചയമായും ദൈവം അതിനെ വിളിച്ചു और एक निंदा और लज्जा का पात्र बनाएगा. इसके लिए
परमेश्वर के सम्मुख हम बड़े भय और भक्ति का मसीह जिंदगी जीना बहुत जरूरी है। നിന്ന വിഷയമായി തീരും, ലജ്ജാപാത്രമായി തീരുമാകിയാൽ ദൈവത്തിന് മുമ്പാകെ ഭയത്തോടെ ജീവിക്കുക. यहाँ पर 8वें अध्याय में देखते हैं कि अब योशुआ और अपने सेना मिलकर जाता है और वहां पर उस युद्ध में परमेश्वर ने बहुत बड़ा विजय को दे रहा है। 8-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് അറിയുവാൻ കഴിയുന്നു, അപ്പോൾ യോശുവയും ജനവും പുറപ്പെട്ടു, അവർ കടന്നുപോയി വലിയൊരു ജയം പ്രാപിച്ചു. परमेश्वर कहता है कि पूरा शहर को आग लगा दो, और वहां पर जिस प्रकार परमेश्वर ने कहा उसी प्रकार उन्होंने पूरे शहर को आग लगा दिया। ദൈവം പറഞ്ഞ പ്രകാരം അവർ മുഴുവൻ പട്ടണത്തെ ദൈവം പറഞ്ഞ അതേ നിലപാടിൽ അവർ പട്ടണത്തെ തീ വെച്ച് ചുട്ടുകളഞ്ഞു. और वहां के राजा को वहां से लेकर आया और यहाँ पर आकर एक वृक्ष में उनको लटकाया, और जब तक शाम हुआ तब तक उसके बॉडी को वहां पर लटका के रखा। അവിടുത്തെ രാജാവിനെ പിടിച്ചുകൊണ്ട് വന്നു, അവരൊരു വൃക്ഷത്തിൽ തൂക്കി, സന്ധ്യയാകുന്നവരെ അവിടെ അവന്റെ ശരീരം തൂങ്ങിക്കിടന്നു. और शाम को उस शरीर को निकालता है और एक जगह पर उन्हें डालकर उसके ऊपर पत्थर का बहुत बड़ा हीप एक पर्वत जैसा बना देता है। അതിനുശേഷം സന്ധ്യയായപ്പോൾ ആ രാജാവിന്റെ ശരീരം അവർ ഇറക്കി ഒരു വലിയ കൽക്കുന്ന് വീണ്ടും അവർ അവിടെ സൃഷ്ടിച്ചു. हालेलुया। जहां पर पराजय हुआ था उसी जगह पे परमेश्वर दूसरे जगह पर बहुत बड़े विजय को दे रहा है। എവിടെ പരാജയത്തിന്റെ ഒരു കൽക്കുന്ന് കൂട്ടിയോ അതേ ഇടത്ത് ഇപ്പോൾ ഒരു ജയത്തിന്റെ അനുഭവം ദൈവം കൊടുക്കുന്നു. एक जगह पर बहुत बड़े माउंटेन हीप ऑफ स्टोन जहां पर फेलियर को सामना किया था, ഒരു സ്ഥലത്ത് എവിടെ പരാജയത്തിന്റെ വലിയൊരു കൽക്കുന്നിനെ അവർ അഭിമുഖീകരിച്ചു. दूसरे जगह पर जब उन्होंने अपने जिंदगी को तैयार किया, परमेश्वर हीप ऑफ पर्वत एक स्टोन का बहुत बड़े विजय को परमेश्वर दिखाना कोशिश कर रहा है। അവർ തങ്ങളെ തന്നെ ക്രമീകരിക്കുവാൻ തയ്യാറായപ്പോൾ ഒരു വലിയ ജയത്തിന്റെ കൽക്കുന്ന് അവർക്ക് ദൈവം കൊടുത്തു. यदि मसीह जिंदगी को हम तैयार करने के लिए तैयार है तो जरूर जहां पर पराजित है उसी जगह पर परमेश्वर में बहुत बड़े विजय को देना चाहता है। നാം ക്രിസ്തീയ ജീവിതത്തെ ക്രമീകരിക്കുവാൻ തയ്യാറായാൽ നാം എവിടെ പരാജയത്തിലായിരിക്കുന്നുവോ ആ അനുഭവത്തെ ദൈവം ജയമാക്കി മാറ്റുവാൻ ശക്തനാണ്. हम में से कितने लोग आज समर्पण करने के लिए तैयार हैं? നമ്മളിൽ എത്ര പേര് ഇന്ന് സമർപ്പിക്കുവാൻ തയ്യാറാണ്? हम दूसरों के सामने भक्त है करके दिखा सकता है, लेकिन परमेश्वर हमारे सारे बातों को जानने वाला परमेश्वर। നാം മറ്റുള്ളവരുടെ മുമ്പിൽ ഭക്തരാണെന്ന് നമുക്ക് കാണിക്കുവാൻ കഴിയും, പക്ഷേ നമ്മെ ദൈവം അറിയുന്നു. हम कितना भी छुपाने का कोशिश करें, यदि हम छुपाते ही रहेंगे तो परमेश्वर एक दिन जरूर उसको रोशनी की ओर लेकर आएगा। നാം മറച്ചു വെക്കുവാൻ കഴിയും, പക്ഷേ നാം എത്രത്തോളം മറച്ചു വെക്കുന്നുവോ ഒരു ദിവസം ദൈവം ആ കാര്യങ്ങളെ വെളിച്ചത്ത് यदि अपने आप परमेश्वर के सम्मुख जाकर कन्फेस करने के लिए, खुदा मुझसे ये गलती हो गया तो मुझसे माफ कर, श्राप की बातें मेरे घर में रखा, श्राप की बातों को मेरे घर में मैंने बोला, श्राप की बातों के द्वारा मैंने चला, बोलकर परमेश्वर के सामने यदि हम अंगीकार करने के लिए तैयार है, परमेश्वर श्राप को हमारे घर से हटाने के लिए तैयार है। എന്നാൽ നാം നമ്മെ തന്നെ സമർപ്പിക്കുവാൻ, ദൈവമേ എന്റെ ഭവനത്തിൽ ശാപത്തിന്റേതായ കാര്യങ്ങൾ ഞാൻ കൊണ്ടുവന്നു, ഞാൻ അതിനെ മറച്ചു വെച്ചു, എന്നാൽ സംഭവിച്ചുവെന്ന് നാം ഏറ്റുപറയുവാൻ തയ്യാറായാൽ ദൈവം നമ്മെ സഹായിക്കും. एक बार सकाई ने कहा, जब परमेश्वर की आवाज को उन्होंने सुना, वे कहता है कि जो कुछ भी श्राप की बातों को मैंने छीन कर बनाया उसके 4 गुना मैं परमेश्वर के लिए देने के लिए तैयार हूं। ഒരിക്കൽ സക്കായി ക്രിസ്തു തന്റെ ഭവനത്തിൽ വന്നപ്പോൾ താൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ ശാപമായി വാങ്ങിച്ചതൊക്കെയും ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ അതിനെ 4 മടങ്ങ് ഞാൻ മടക്കി കൊടുത്തുകൊള്ളാം. हालेलुया। आज हम निर्णय लेना जरूरी है। यदि हम कुछ भी छुपा कर परमेश्वर से हम करने का कोशिश कर रहे हैं, जल्दी से जल्दी परमेश्वर के सामने कबूल करें, नहीं तो पब्लिकली हमारे इंसल्ट का कारण हो जाएगा। നാം നമ്മളിൽ ആരെങ്കിലും ഏതെങ്കിലും കാര്യങ്ങളെ നാം മറവിൽ ഗുപ്തമായി ചെയ്യുന്നുവെങ്കിൽ അതിനെ എത്രയും വേഗം ക്രമീകരിച്ച് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് നമുക്ക് അടുത്തു വരാം. അല്ല എന്നുണ്ടെങ്കിൽ ദൈവം ആ വിഷയങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ തെളിവായി വെളിവായി കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. नहीं तो एक आखान के कारण पूरा इस्राएल पराजय को अनुभव कर रहा है। ഒരു ആഖാൻ നിമിത്തം മുഴുവൻ ഇസ്രായേലിനും പരാജയം. सामर्थी और श्रेष्ठ 36 लोगों का मृत्यु होता है एक आखान के कारण। ഒരു ആഖാൻ നിമിത്തം ശക്തരായ സമർത്ഥരായ 36 പേരുടെ മരണം. कलीसिया का एक व्यक्ति का आखान का अनुभव काफी है पूरा कलीसिया पीड़ा उठाने के लिए। ഒരു വ്യക്തിയായ ഒരു ആഖാൻ മാത്രം മതി സഭയിൽ മുഴുവൻ സഭയും ഭാരപ്പെടുവാൻ. हालेलुया। एक व्यक्ति का व्यवहार के कारण पूरा कलीसिया श्राप के अनुभव से, पीड़ा के अनुभव से, निंदा के अनुभव से, आंसुओं के अनुभव से शायद होकर जाना पड़ेगा। ഒരു വ്യക്തിയുടെ ഏതെങ്കിലും തെറ്റായ പെരുമാറ്റ നിമിത്തം ഒരു സഭ മുഴുവനും കണ്ണുനീരിലും ദുഃഖത്തിലും വേദനയിലും കഷ്ടതയിലുമായി കടന്നു പോകേണ്ടതായി വരും. लेकिन यदि वो एक व्यक्ति के कारण हो रहा है तो वो एक व्यक्ति और उसके पूरे परिवार को परमेश्वर जरूर पब्लिकली लेकर आएगा. എന്നാൽ ആ ഒരു വ്യക്തി മാത്രം നിമിത്തമാണ് ഇത് സംഭവിച്ചതെങ്കിൽ പോലും ആ വ്യക്തിയെയും ആ ഭവനത്തെയും മുഴുവനുമായും
ദൈവം വെളിയിൽ എല്ലാവരുടെയും മുന്നിൽ കൊണ്ടുവന്നു. इस्राएल को मरुभूमि में मार डालने के लिए बुलाकर नहीं लेकर आया था, ദൈവം ഇസ്രായേലിനെ മരുഭൂമിയിൽ നശിക്കുവാനല്ല വിളിച്ചത്, वायदा के देश में पहुंचाने के लिए बुलाया था। വാഗ്ദത്ത ദേശത്ത് എത്തിക്കുവാൻ തന്നെയാണ് വിളിച്ചത്. यदि मैं और आप उसका रुकावट हो रहा है तो जरूर उसका शिक्षा भोगना पड़ेगा। എന്നാൽ നാം ആരെങ്കിലും അതിന് തടസ്സമായിരിക്കുന്നുവെങ്കിൽ നാം ശിക്ഷ दूसरा അനുഭവിക്കേണ്ടതായി एक व्यक्ति मसीह में बढ़ने में यदि रुकावट हो रहा है तो उसका हमें दर्द जरूर उठाना पड़ेगा। മറ്റു ആരെങ്കിലും ക്രിസ്ത്യ ജീവിതത്തിൽ വളരുന്നതിന് നാം ഒരു തടസ്സമാണെങ്കിൽ നാം അതിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. प्रार्थना पूर्वक मसीह में हम आगे बढ़ने पाए, പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധി നമുക്ക് ജീവിക്കാം. भय और भक्ति के साथ हम आगे बढ़ने पाए। ഭക്തിയോടെ നമുക്ക് മുന്നേറാം. यदि परमेश्वर के आग्रह के अनुसार उस विषय के ऊपर हम विजय को प्राप्त करेंगे, आगे बहुत बड़ा एक विजय को परमेश्वर हमारे लिए रखा है। ദൈവത്തിന്റെ ആഗ്രഹം പോലെ നാം നമ്മെ ക്രമീകരിച്ച് മുന്നേറിയാൽ ദൈവം വലിയൊരു വിജയം നമ്മുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. परमेश्वर उस युद्ध में बहुत बड़ा एक विजय देगा। ആ യുദ്ധത്തിൽ ദൈവം ഒരു വലിയ വിജയം തരും. 8वें आयत में हमने पढ़ा कि योशुआ से कहता है कि जाओ युद्ध करो, मैं तुम्हें उसके लिए विजय दे दिया है। 8ാം അധ്യായത്തിൽ നാം ഇങ്ങനെയാണ് വായിച്ചത്, യോശുവേ നീ പുറപ്പെടുക, നിനക്ക് ജയം ഞാൻ തന്നിരിക്കുന്നു. हालेलुया। हमारा कलीसिया को परमेश्वर एक विजय की ओर चलाने के लिए परमेश्वर आग्रह कर रहा है। നമ്മുടെ സഭയെ ഒരു വലിയ വിജയത്തിലേക്ക് നടത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. मैं और आप कभी भी उसका रुकावट ना बने, നാം ആരും അതിന് തടസ്സമാകരുത്. मैं और आप कभी भी उसके बीच में एक आखान ना बनना पड़े। നാം ആരും അതിനിടയിൽ ഒരു ആഖാനായി മാറരുത്. पूरा गोत्र के बीच में परमेश्वर ढूंढ निकालेगा, മുഴുവൻ ഗോത്രത്തിനിടയിൽ നിന്ന് ദൈവം पूरे തിരഞ്ഞു परिवारों പിടിക്കും. के बीच में परमेश्वर ढूंढ निकालेगा। കുലങ്ങളുടെ ഇടയിൽ നിന്ന് ദൈവം തിരഞ്ഞു പിടിക്കും. जो श्राप के कारण होता है उसको परमेश्वर जरूर पब्लिकली खत्म करने के लिए कोशिश करेगा। ശാപത്തിന് കാരണമായ വ്യക്തിയെ മുഴുവൻ ജനത്തിന് നടുവിൽ ദൈവം കൊണ്ടുവരും. वो इसके लिए कर रहा है क्योंकि अगला पीढ़ी भय और भक्ति के साथ जब इस बातों को देखता है, मसीह जिंदगी एक आसान जिंदगी नहीं है बल्कि भय और भक्ति के साथ जीना है करके एक नमूना के तौर से परमेश्वर मुझे और आपको जरूर तैयार करेगा। വരും തലമുറയ്ക്ക് ഒരു മാതൃകയായി തീരേണ്ടതിനും ക്രിസ്ത്യ ജീവിതം ഒരു അലസമായി നടത്തുവാനുള്ള ജീവിതമല്ലെന്നും വെളിപ്പെടുത്തേണ്ടതിനും ഒരുപക്ഷെ നാം പിടിക്കപ്പെടും. हमें इस वचनों के साथ परमेश्वर सबको अनुग्रह से भरे। ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും